നമസ്കാരം. ന്യൂസ് ആൻഡ് വ്യൂസ് ആരംഭിക്കുന്നു. നോട്ട് നിരോധനത്തെ തുടർന്നുണ്ടായ ദുരിതം തീർക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചോദിച്ച 50 ദിവസങ്ങൾ നാളെ പൂർത്തിയാകുകയാണ്. എന്തൊക്കെയാണ് കേന്ദ്ര സർക്കാർ ചെയ്ത് തീർക്കാനായി പ്രതിപക്ഷവും രാജ്യത്തെ ജനങ്ങളും ആഗ്രഹിച്ചത്? അതെല്ലാം ഒരുക്കങ്ങൾ പൂർത്തിയായോ? കേന്ദ്ര സർക്കാർ എന്ത് മറുപടി പറയും? മോദി പറഞ്ഞ 50 ദിവസമാകുമ്പോൾ കേന്ദ്ര സർക്കാർ എന്തൊക്കെ തയ്യാറെടുപ്പുകൾ നടത്തിയിരിക്കുന്നു? ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ചയിൽ പങ്കെടുക്കുന്നത് MP രാജേഷ് MP, ഡോക്ടർ മാത്യു കുഴൽനാടൻ, അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ, സാമ്പത്തിക വിദഗ്ധൻ ഡോക്ടർ CS ഷൈജുമോൻ എന്നിവർ. ചർച്ചയിലേക്ക് കടക്കും മുമ്പ് ഒരു ചെറിയ ഇടവേളയിലേക്ക്. ഡോക്ടർ ഷൈജുമോൻ, ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ റിപ്പോർട്ട് കാർഡ് പുറത്തേക്ക് വന്നിട്ടുണ്ട്. കേന്ദ്ര ധനകാര്യമന്ത്രി അരുൺ ജെയ്റ്റ്ലിയാണ് ഇന്ന് വൈകുന്നേരം റിപ്പോർട്ട് കാർഡ് പുറത്തേക്ക് അറിയിച്ചിട്ടുള്ളത്. ഇതനുസരിച്ച് പ്രത്യക്ഷ നികുതി കൂടിയിരിക്കുന്നു, പരോക്ഷ നികുതി കൂടിയിരിക്കുന്നു, പല കാര്യങ്ങളിലും വർധനവുണ്ടായിട്ടുണ്ട്. ഉദാഹരണത്തിന് വ്യോമയാന ഗതാഗതവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പെട്രോളിൻ്റെ ഉപഭോഗം, ഇതൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. കാർഷിക രംഗത്തും കഴിഞ്ഞ തവണത്തേക്കാൾ വളർച്ചയുണ്ടായി എന്നാണ് കേന്ദ്ര സർക്കാരിൻ്റെ റിപ്പോർട്ട് കാർഡിൽ പറയുന്നത്. ഒരു സാമ്പത്തിക വിദഗ്ധൻ എന്നുള്ള നിലയ്ക്ക് താങ്കൾ ഈ റിപ്പോർട്ട് കാർഡിനെ എങ്ങനെ വായിക്കും? അത് നോട്ട് അസാധുവാക്കൽ നയം ഗവൺമെൻറ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് 49 ദിവസം പിന്നിടുന്ന ഈ വേളയിൽ നമ്മൾ നോക്കിയാൽ കുറേ കാര്യങ്ങൾ മനസ്സിലാവും. ഇന്ന് ഗവൺമെൻറ് പറഞ്ഞതും കൂടെ കൂട്ടി വായിച്ചാൽ ഈ റിപ്പോർട്ട് കാർഡിൽ പറയുന്ന ഒന്ന്, ലാസ്റ്റ് ക്വാർട്ടർ ആകുമ്പോൾ സാധാരണഗതിയിൽ തന്നെ വരുമാനം വർദ്ധിക്കും. ഇൻകം ടാക്സ് റേറ്റ് കഴിഞ്ഞ ഡയറക്റ്റ് ടാക്സസിൻ്റെ കഴിഞ്ഞ പീരീഡുമായിട്ട് താരതമ്യപ്പെടുത്തി നോക്കുകയാണെങ്കിൽ റേറ്റ് കുറവാണ്, പക്ഷേ കുറേ കൂടെ വർദ്ധിക്കാനെന്നാണ് എൻ്റെ പ്രതീക്ഷ. കാരണം പലപ്പോഴും ഇങ്ങനെയുള്ള നയങ്ങൾ കൊണ്ടുവരുമ്പോൾ വരുമാനം കൂടുകയാണ് ചെയ്യുന്നത്. നമ്മൾ നോക്കേണ്ടത് സെൻട്രൽ സെയിൽസ് ടാക്സ് എത്ര കൂടി, ഒരുപക്ഷെ സാധനങ്ങൾ വിറ്റ് വരവിലൂടെ കിട്ടുന്ന വരുമാനം എത്ര കൂടിയെന്ന് നോക്കണം. അതിന് മുമ്പായിട്ട് ഒരു കാര്യം പറഞ്ഞോട്ടെ. നമ്മൾ ഈ 49 ദിവസം കൊണ്ട് എന്തൊക്കെയാണ് നേട്ടങ്ങളുണ്ടായത്, കോട്ടങ്ങളുണ്ടായത് നോക്കിക്കഴിഞ്ഞാൽ, ഒന്ന്, വിലക്കയറ്റം കുറഞ്ഞു, ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ്. എങ്ങനെ വിലക്കയറ്റം കുറഞ്ഞു എന്നുള്ളതിലേക്ക് ഞാൻ വരാം. രാജ്യത്തെ ക്രയവിക്രയങ്ങൾ കുറഞ്ഞു, അത് ഗവൺമെൻറ് എന്നെ സംബന്ധിച്ചു. ക്രയവിക്രയങ്ങൾ കുറഞ്ഞു, കാരണം 82% ട്രേഡും അല്ലെങ്കിൽ വ്യാപാരവും നടന്നിരുന്നത് കറൻസി വഴിയാണ്. കറൻസി പിൻവലിച്ചതോടുകൂടി ട്രേഡ് കുറഞ്ഞു. തൊഴിലില്ലായ്മ കൂടി. അൺഒഫീഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് പറയുന്നത് തൊഴിലില്ലായ്മ കൂടി, അത് അൺഓർഗനൈസ് സെക്ടറിലെ തൊഴിലില്ലായ്മ കൂടി. ഉൽപ്പാദനം കുറഞ്ഞു, അത് ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിട്ടുണ്ട്. ഉൽപ്പാദനം കുറഞ്ഞു. ഈ അഗ്രികൾച്ചറിലെ ഉൽപ്പാദനം കൂടിയത് സാധാരണ മൺസൂൺ കൂടുമ്പോൾ ഉണ്ടായ നോർമൽ മൺസൂൺ കിട്ടിയതുകൊണ്ട് മാത്രം നമ്മുടെ റാബി ക്രോപ്പുകളുടെ ഉൽപ്പാദനം കൂടിയതായിട്ടാണ് കണക്കാക്കുന്നത്. അത് നമുക്ക് ഇതുമായിട്ട് കൂട്ടി വായിക്കേണ്ട കാര്യമില്ല. സംസ്ഥാനങ്ങളുടെയും കേന്ദ്രത്തിൻ്റെയും നികുതി ജനറലി കുറഞ്ഞു. അവിടെ കേന്ദ്രത്തിനുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നികുതി കുറഞ്ഞതിനേക്കാൾ ഉപോത്ഭകമായിട്ട് ഈ ബ്ലാക്ക് മണിയിൽ നിന്ന് കിട്ടുന്ന നികുതി വരുന്നത് കൊണ്ട് അവർക്ക് കൂടുതലായിട്ട് വരുമാനം വരും. അതുകൊണ്ട് പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾക്ക് നികുതി വരുമാനം കുറഞ്ഞിട്ടുണ്ട്. എല്ലാ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾക്കും തന്നെ കുറഞ്ഞിട്ടുണ്ട്. അത് അവരെ ബാധിക്കുക തന്നെ ചെയ്യും. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, മറ്റൊരു വശം നോക്കിയാൽ സാധാരണക്കാരന് ഒരു ദിവസം ശരിക്കും പറഞ്ഞാൽ 2500 രൂപയെ കൂടുതലോ അല്ലെങ്കിൽ ഒരാഴ്ചയിൽ 24,000 രൂപയെ കൂടുതലോ ഒന്നും ആവശ്യമില്ല. സാധാരണക്കാരന് തീർച്ചയായിട്ടും ഇത് മതി. ഈ റെസ്ട്രിക്ഷൻ കൊണ്ട് അവരെ ബാധിക്കത്തില്ല. പക്ഷേ പ്രശ്നം എന്താണ്, അത്രയും പണം തന്നെ അവർക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചറൽ സപ്പോർട്ടിൻ്റെ പ്രശ്നമാണ്. ആ ഡിജിറ്റലൈസേഷൻ വന്നതോടുകൂടി പല സ്ഥലത്തും POS മെഷീനുകൾ വർക്ക് ചെയ്യുന്നില്ല എന്നുള്ള ഇഷ്യൂസ്, ഇതെല്ലാം ഗവൺമെൻറ് പരിഹരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം നമ്മൾ ഞാൻ പ്രതീക്ഷിക്കുന്നത് ഈ നയം തുടരാൻ തന്നെയാണ് സാധ്യത. അതിലേക്ക് വരാം. പക്ഷേ ഇപ്പോൾ ഈ ഡിമോണിറ്റൈസേഷൻ പ്രഖ്യാപിച്ചതിന് ശേഷം ഇത്ര ദിവസങ്ങൾക്കകം ജനങ്ങളുടെ ദുരിതം തീരും, 50 ദിവസമാണ് വേണ്ടത് എന്ന് പ്രധാനമന്ത്രി പറഞ്ഞതാണ്. അതാണ് ഇപ്പോൾ രാജ്യം ശ്രദ്ധിക്കുന്നത്. ആ കാലയളവിൽ പുറത്തേക്ക് ഇപ്പോൾ ധനകാര്യ വകുപ്പ് തന്നെ, മന്ത്രി തന്നെ പുറത്തേക്ക് കാണിച്ചിരിക്കുന്ന റിപ്പോർട്ട് കാർഡിൽ പറയുന്ന ഈ അവകാശവാദങ്ങൾ രാജ്യത്തെ യഥാർത്ഥ വളർച്ചയുടെ നിരക്കുകളായി സാമ്പത്തിക വിദഗ്ധൻ എന്നുള്ള നിലയ്ക്ക് താങ്കൾ കാണുന്നുണ്ടോ? അതാണ് ചോദ്യം. തീർച്ചയായിട്ടും അതിൽ യാതൊരു തെറ്റുമില്ല. കാരണം ഞാൻ പറഞ്ഞത് കഴിഞ്ഞ 2015-16 കാലഘട്ടത്തിലെ ഇതേ സമയത്തുള്ള വളർച്ചയും 2016-17 ഇപ്പം വരുന്ന വളർച്ചയും തമ്മിൽ താരതമ്യം ചെയ്യണം. അപ്പോൾ ഇപ്പോൾ അത്ര വളർച്ച നമ്മൾ അതിനേക്കാൾ ഉപരിയൊന്നും വളർച്ച കൂടിയിട്ടില്ല. അതുപോലെ കൃഷിക്ക് പലപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, കൃഷിക്ക് മൺസൂൺ ശരിയായിട്ട് കിട്ടുകയാണെങ്കിൽ കൃഷിയുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ കൂടും, അതുകൊണ്ട് കൃഷിയുടെ ഗ്രോത്ത് കൂടും. അതും ഇതുമായിട്ട് ബന്ധമില്ല. അപ്പം ഗവൺമെൻറ് പ്രതീക്ഷിച്ചിരുന്ന പല കാര്യങ്ങളും നടത്താൻ പറ്റിയിട്ടുമുണ്ട്.
പല കാര്യങ്ങൾക്കും അവർക്ക് അതിനനുസരിച്ച് നടത്താൻ പറ്റിയില്ല. പക്ഷേ അതിൻ്റെ റിയാക്ഷൻസ് വന്നപ്പോഴാണ് മനസ്സിലായത്. അത് ഞാൻ ഒരിക്കലും ഈ നയം പൂർണ്ണമായിട്ടും ശരിയല്ല എന്നുള്ള അവകാശവാദമൊന്നും എനിക്കില്ല. പക്ഷേ നയം നടപ്പിലാക്കിയത് വഴി ഉണ്ടായ ചില പാളിച്ചകൾ കാരണം, മുന്നൊരുക്കങ്ങളിൽ ചില കുറവുകൾ കാരണം, അത് ഗവൺമെൻറ് തന്നെ പറഞ്ഞിട്ടുണ്ട്, മുന്നൊരുക്കങ്ങളിലെ ചില കുറവുകൾ കാരണം. ഇപ്പം നോട്ട് പ്രിന്റ് ചെയ്യുന്ന കാര്യം തന്നെ നമ്മൾ ഇന്നത്തെ ന്യൂസ് നോക്കിയാൽ 4 സ്ഥലത്തും പ്രിന്റ് ചെയ്യുന്ന 4 സ്ഥലങ്ങളിലും പ്രിന്റിംഗ് ഓവർ ടൈം ചെയ്തുകൊണ്ടിരുന്ന ജോലിക്കാർ അവരുടെ പ്രിന്റിംഗ് ഓവർ ടൈം ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് പ്രിന്റിംഗ് കൂടാനാണ് സാധ്യത എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജൂൺ വരെ നീളാനാണ് സാധ്യത. അതുമല്ല, ഗവൺമെന്റിന്റെ എയിം എന്താന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിലവിലിരിക്കുന്ന നോട്ട് സർക്കുലേഷനിലുള്ള അത്രയും നോട്ട് സർക്കുലേഷൻ ചെയ്യാൻ താല്പര്യമില്ല. നോട്ട് സർക്കുലേഷൻ കുറയ്ക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഡോക്ടർ ഷൈജുമോൻ, ഡോക്ടർ മാത്യു കുഴൽനാടൻ, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതത്തിന്റെ പരിഹാരമാണോ എന്നുള്ളത് നിങ്ങളെപ്പോലുള്ളവർ തന്നെയാണ് പറയേണ്ടത്. ഇന്ന് കോൺഗ്രസ് പാർട്ടി പറഞ്ഞിരിക്കുന്നത് ഇതിനകത്ത് വലിയ കുംഭകോണം ഉണ്ട്. ഈ നോട്ട് നിരോധനവുമായി ബന്ധപ്പെട്ടുള്ള കുംഭകോണത്തെ കുറിച്ചുള്ള ചോദ്യങ്ങളുടെ മറുപടി പ്രധാനമന്ത്രി പറയുന്നില്ല. ജനങ്ങളുടെ ദുരിതം മാറിയിട്ടില്ല, സാധാരണക്കാർ ഇപ്പോഴും കഷ്ടതകൾ അനുഭവിക്കുകയാണ് എന്നാണ്. 50 ദിവസമാണ് പ്രധാനമന്ത്രി ചോദിച്ചത്. നാളെ കഴിയുമ്പോൾ കണ്ടു തുടങ്ങും എന്നാണ് ഈ അവസാന മണിക്കൂറിലും ഇപ്പോഴും കേന്ദ്രം അവകാശപ്പെടുന്നത്. ശനിയാഴ്ച മുതൽ മാറ്റം കണ്ടു തുടങ്ങുമെന്ന് കേന്ദ്രമന്ത്രി വെങ്കയ്യ നായിഡു ഇന്ന് വൈകുന്നേരം പറഞ്ഞിരിക്കുന്നു. പ്രതിപക്ഷം എങ്ങനെ കാണുന്നു ഇതിനെ? അല്ല, ഇത് ഈ അവസാന ഘട്ടത്തിലും BJPയും പ്രധാനമന്ത്രിയും രാജ്യത്തെ ജനങ്ങളെ ഒന്നല്ലെങ്കിൽ കബളിപ്പിക്കാനോ അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കാനോ ഉള്ള പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഏറ്റവും അവസാനത്തെ റിപ്പോർട്ട് കാർഡിനെ ഞാൻ കാണുന്നത്. മറ്റൊന്നും പറയാനില്ലാത്തതുകൊണ്ട് ഈ റിപ്പോർട്ട് കാർഡുമായി വന്ന് ജനങ്ങളോട് ഇതിൻ്റെ നേട്ടങ്ങൾ, ഇന്ന നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിഞ്ഞു എന്ന നിലയിൽ പറയുന്നു. ബഹുമാനായ ശ്രീ ഷൈജുമോൻ പറഞ്ഞ അതിൻ്റെ ഒരു എക്കണോമിക് ആംഗിളിനോട് ഞാൻ യോജിക്കുകയാണ്. തീർച്ചയായിട്ടും ഞാനത് പറയുന്നു. പക്ഷേ ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുന്ന ഒരു കാര്യം, ഈ ഡിമോണിറ്റൈസേഷൻ എന്ന ഒരു എക്സസൈസ് നടത്തിയത് ഈ ലക്ഷ്യങ്ങൾ നേടുന്നതിന് വേണ്ടിയിട്ടാണോ, അല്ലെങ്കിൽ രാജ്യത്ത് വിലക്കുറവ് അല്ലെങ്കിൽ വിലക്കയറ്റം തടയുന്നതിന് വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ രാജ്യത്തെ ഇൻഫ്ലേഷൻ പിടിച്ചു നിർത്തുന്നതിന് വേണ്ടിയിട്ടോ ഈ കാര്യങ്ങൾ ലക്ഷ്യമിട്ടല്ല ഇത് നടത്തില്ല. ഇതിൻ്റെ ലക്ഷ്യങ്ങൾ അന്ന് നവംബർ 8-ന് പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു. പ്രധാനമായിട്ടും ഉയർത്തി കാണിച്ചത് 3 കാര്യങ്ങളാണ്. രാജ്യത്തെ അഴിമതിക്ക് എതിരെ അല്ലെങ്കിൽ അഴിമതിക്ക് ഒരു തടയിടാൻ. 2, രാജ്യത്ത് നിലവിലുള്ള വലിയ തോതിലുള്ള കള്ളപ്പണത്തെ നേരിടാൻ. 3, രാജ്യത്തിനെതിരെ നടക്കുന്ന തീവ്രവാദ പ്രവർത്തനങ്ങൾ, അതിനെതിരെ ഉള്ള ഒരു നീക്കം നടത്താൻ വേണ്ടി, അല്ലെങ്കിൽ തീവ്രവാദ പ്രവർത്തനങ്ങളെ തടയിടുന്നതിന് വേണ്ടി, തീവ്രവാദ ഫണ്ടിങ്ങിനെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി. ഇങ്ങനെ 3 ടാർഗറ്റ്സ് അല്ലെങ്കിൽ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ടാണ് ഡിമോണിറ്റൈസേഷൻ നടപ്പിലാക്കിയത്. 50 ദിവസം കഴിയുമ്പോൾ ഈ രാജ്യത്തെ ജനങ്ങളോട് പ്രധാനമന്ത്രി പറയേണ്ടത്, അല്ലെങ്കിൽ ഈ കേന്ദ്ര സർക്കാർ പറയേണ്ടത്, ഈ ലക്ഷ്യങ്ങളിൽ എന്ത് ഞങ്ങൾക്ക് നേടാൻ സാധിച്ചു. ഈ 50 ദിവസം അല്ലെങ്കിൽ ഇനി മുമ്പോട്ടുണ്ടാകുന്ന കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ദുരിതവും ഒക്കെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം BJPയുടെ പ്രചരണം നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ഏത് കാര്യം പറഞ്ഞാലും അവർ അതിർത്തിയിലെ പട്ടാളക്കാരെ ഓർമ്മിപ്പിക്കും. നിങ്ങൾ ഈ ചെയ്യുന്നത് അതിർത്തിയിലെ പട്ടാളക്കാർക്ക് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്, ദേശസ്നേഹികളായതുകൊണ്ടാണ്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ പറഞ്ഞതിൽ ഏതിലെങ്കിലും ഒരവകാശവാദം ഇന്ന് ഗവൺമെൻറ് പറഞ്ഞ് കേൾക്കുന്നില്ല, അവകാശപ്പെടുന്നില്ല, അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് റിസൾട്ട് ഉണ്ടാവുന്നതായി നമ്മൾ ആരും കാണുന്നില്ല. അപ്പോൾ ഈ ഡിമോണിറ്റൈസേഷൻ എക്സസൈസിനെ നമ്മൾ എക്സാമിൻ ചെയ്യുമ്പോൾ ഇപ്പോൾ ഇവർ വെച്ച അജണ്ടയിലേക്ക് നമ്മൾ വഴിതെറ്റിപ്പോകരുത്. ഈ റിപ്പോർട്ട് കാർഡ് എന്ന് പറയുന്നത് ഒരുപക്ഷെ നരേന്ദ്രമോദിയുടെ 2 വർഷത്തെ അല്ലെങ്കിൽ പ്രവർത്തനങ്ങളുടെ ഒരു സ്വാഭാവികമായ അവരുടെ ഒരു റിപ്പോർട്ട് കാർഡായിട്ട് കാണാം. പക്ഷേ ഡിമോണിറ്റൈസേഷനുമായി ലിങ്ക് ചെയ്ത് ഇത് ഡിമോണിറ്റൈസേഷൻ്റെ നേട്ടങ്ങളാണ്, അല്ലെങ്കിൽ ഇത് നമ്മൾ ഇന്ന് ചർച്ച ചെയ്താൽ അതിന്റെ അർത്ഥം നമ്മൾ അവരുടെ അജണ്ടയിൽ ഞാൻ തിരിച്ചു വരാം. ഡോക്ടർ മാത്യു കുഴൽനാടൻ, ആദ്യഘട്ടത്തിൽ ഇത് തന്നെയാണ് അന്വേഷിക്കുന്നത്. ശ്രീ MB രാജേഷിലേക്ക് കൂടെ പോയിട്ട് അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണന്റെ പ്രതികരണം എടുക്കാം. ശ്രീ MB രാജേഷ്, ഇന്ന് കേന്ദ്ര സർക്കാർ ഇവിടെ ഒരു റിപ്പോർട്ട് കാർഡ് വൈകുന്നേരമായപ്പോൾ പുറത്തിറക്കിയിട്ടുണ്ട്. അതാണിപ്പോൾ ഡോക്ടർ മാത്യു കുഴൽനാടനും പറഞ്ഞത്. അജണ്ട വഴിമാറി പോകുന്നുണ്ട്, ചർച്ച വേറൊരു വഴിയിലേക്ക് കൊണ്ടുപോകാനുള്ള അജണ്ട സെറ്റിംഗ് ആണ് ഈ റിപ്പോർട്ട് കാർഡ് വഴി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ റിപ്പോർട്ട് കാർഡിൽ തന്നെ പറയുന്നത് ഇൻകം ടാക്സ്
പ്രത്യക്ഷ നികുതിയും പരോക്ഷ നികുതിയും വർദ്ധിച്ചിരിക്കുന്നു. രാജ്യത്തെ വിമാന യാത്രകൾ വർദ്ധിച്ചിരിക്കുന്നു. പെട്രോളിൻ്റെ ഉപഭോഗം വർദ്ധിച്ചിട്ടുണ്ട്. ടൂറിസവും കൃഷിയും കഴിഞ്ഞ വർഷത്തേക്കാൾ പുരോഗമിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞു വരുന്നത്. ഇതൊക്കെയാണോ നിങ്ങൾ ഈ 50 ദിവസമാകുമ്പോൾ കേന്ദ്ര സർക്കാരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? ഇനി ഒരു ദിവസം കൂടിയുണ്ട്, അതും കൂടി കാത്തിരിക്കൂ എന്ന് കേന്ദ്ര സർക്കാർ ഇപ്പോഴും പറയുന്നുമുണ്ട്. എന്താണ് ഈ 50 ദിവസം കൊണ്ട് നിങ്ങൾ കേന്ദ്ര സർക്കാരിൽ നിന്ന് പ്രതീക്ഷിച്ചത്? ഇതിന്റെ വിശദാംശങ്ങൾ ഇപ്പോൾ ലാൽ പറയുമ്പോഴേ ഞാൻ മനസ്സിലാക്കുന്നുള്ളൂ. ഞാൻ റിപ്പോർട്ട് കാർഡ് കണ്ടിട്ടോ അല്ലെങ്കിൽ അതിന്റെ വിശദാംശങ്ങൾ മനസ്സിലാക്കിയിട്ടോ ഇല്ല. അതുകൊണ്ട് അതിലേക്ക് ഇപ്പോൾ കൂടുതൽ പോകാൻ ഉദ്ദേശിക്കുന്നില്ല. ഒറ്റ കാര്യം മാത്രം, ആ റിപ്പോർട്ട് കാർഡിൽ ഈ 50 ദിവസത്തിനിടയിൽ വരി നിന്ന് മരിച്ച 100-ലേറെ ആളുകളുടെ കുറിച്ചുള്ള പരാമർശമുണ്ടോ എന്നുകൂടി അറിയാനുള്ള കൗതുകമുണ്ട്. തീർച്ചയായിട്ടും അതും ഈ തീരുമാനത്തിന്റെ ഒരു നേട്ടം ആയിട്ട് വേണമെങ്കിൽ അവകാശപ്പെടാവുന്നതാണ്. 100-ലേറെ ആളുകൾ മരിച്ചല്ലോ. അപ്പോൾ അവരുടെ വിവരം കൂടി ഈ റിപ്പോർട്ട് കാർഡിലുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത് ലാൽ ഒരു പക്ഷേ അപ്ഡേറ്റ് ചെയ്താൽ അറിയാൻ പറ്റും. പിന്നെ സർക്കാരിൽ നിന്ന് എല്ലാവരും പ്രതീക്ഷിച്ചത് എന്താണ്? സമ്പദ്ഘടനയിൽ ആകെ പ്രചാരത്തിലുള്ള സർക്കുലേഷനിലുള്ള 86% കറൻസി ഒരു ദിവസം പെട്ടെന്ന് ഒരു രാത്രി അസാധുവായി പ്രഖ്യാപിക്കുക വഴി രാജ്യത്തെ സമ്പദ്ഘടനയെയും ക്രയവിക്രയങ്ങളെയും മുഴുവൻ നിശ്ചലമാക്കിയ ഒരു ഗവൺമെന്റ് എത്രയും പെട്ടെന്ന് പുനഃസ്ഥാപിക്കും എന്നാണ് പ്രതീക്ഷിച്ചത്. എന്നാൽ ഇതുവരെ അത് പൂർണ്ണമായിട്ടും പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഏതാണ്ട് 4 ലക്ഷത്തി ചില്ലാനും കോടി രൂപയുടെ കറൻസി മാത്രമേ സർക്കാർ കണക്കുകൾ അനുസരിച്ച് തന്നെ പുനഃസ്ഥാപിച്ചിട്ടുള്ളൂ. അതിനർത്ഥം പിൻവലിച്ചതിൻ്റെ 1/3 പോലും സർക്കാരിന് ഇതുവരെ പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അതിൻ്റെ ഇമ്പാക്റ്റ് സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടാവില്ല എന്ന് ആർക്കാണ് പറയാൻ കഴിയുക? നിലവിൽ പ്രചാരത്തിലുണ്ടായിരുന്ന കറൻസിയുടെ 1/3 പോലും 50 ദിവസത്തിന് ശേഷം പുനഃസ്ഥാപിക്കപ്പെടാതിരിക്കുമ്പോൾ അത് ക്രയവിക്രയങ്ങളെ ബാധിക്കും, ഡിമാൻഡിനെ ബാധിക്കും. അത് സമ്പദ് ഘടനയുടെ പ്രവർത്തനത്തെ മുഴുവൻ അവതാളത്തിലാക്കും എന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം. അത് യാഥാർത്ഥ്യവുമാണ്. അതിപ്പോൾ തുടരുകയുമാണ്, ആ സ്ഥിതി തുടരുകയുമാണ്. അപ്പോൾ സർക്കാരിൽ നിന്ന് ഇത് പുനഃസ്ഥാപിക്കാനുള്ള നടപടിയാണ് ഒന്നാമതായിട്ട് പ്രതീക്ഷിച്ചത്. അതുണ്ടായില്ല. മറിച്ചുണ്ടായത് അവകാശവാദങ്ങൾ മാത്രമാണ്. ഈ അവകാശവാദങ്ങളെ കുറിച്ച് ഒറ്റ കാര്യം മാത്രമേ ഞാൻ പറഞ്ഞില്ല, ഞാനിതിന്റെ വിശദാംശങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല, പറയാനാവൂ. BJP ഗവൺമെന്റ് ഇത്തരത്തിലുള്ള അവകാശവാദങ്ങൾ, പൊള്ളയായ അവകാശവാദങ്ങൾ ഒരു കൂസലുമില്ലാതെ ഉന്നയിക്കുന്നതിൽ വൈദഗ്ധ്യം പ്രകടിപ്പിച്ചിട്ടുള്ള ഗവൺമെന്റാണ്. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ആഹ്വാനം കേട്ട് ഏതാണ്ട് 25,000 കോടി രൂപയുടെ ലാഭം ആളുകൾ പ്രധാനമന്ത്രിയുടെ ആഹ്വാനം കേട്ട് ഗ്യാസ് സബ്സിഡി ഉപേക്ഷിച്ചത് കൊണ്ട് ഉണ്ടായി എന്ന് അവകാശപ്പെട്ട ഗവൺമെന്റാണ് ഈ ഗവൺമെന്റ്. ആ അവകാശവാദം കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ തന്നെ പൊളിച്ചടുക്കിയതാണ്. ആ റിപ്പോർട്ട് CAG റിപ്പോർട്ട് പാർലമെന്റിൽ വെച്ചതുമാണ്. എല്ലാ മാധ്യമങ്ങളിലും സംബന്ധിച്ച് വന്നിരുന്നു. എന്തായിരുന്നു CAG കണക്കാക്കിയത്? ഈ 23,000-ഓളം കോടി രൂപയുടെ ലാഭം സബ്സിഡി ഇനത്തിൽ ഉണ്ടായത് യഥാർത്ഥത്തിൽ സബ്സിഡി കൊണ്ടല്ല, പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില കുറഞ്ഞത് കൊണ്ടാണ് ഉണ്ടായതെന്നും 1,572 കോടി രൂപയുടെ ലാഭമാണ് ഗ്യാസ് സബ്സിഡി ആളുകൾ സ്വമേധയാ ഉപേക്ഷിച്ചത് കൊണ്ടുണ്ടായത്. അതിന് ഏതാണ്ട് 900-ഓളം കോടി രൂപ പരസ്യം നൽകുകയും ചെയ്തിട്ടുണ്ട് എന്ന് ഓർമ്മിക്കണം. അപ്പോ ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ അന്താരാഷ്ട്ര മാർക്കറ്റിൽ വില കുറഞ്ഞതിന്റെ ലാഭം മുഴുവൻ പ്രധാനമന്ത്രിയുടെ അക്കൗണ്ടിൽ എഴുതി ചേർത്ത് അവകാശവാദം ഉന്നയിച്ച ഗവൺമെന്റാണ് ഈ ഗവൺമെന്റ്. ഭരണഘടനാ സ്ഥാപനം തന്നെ ആ അവകാശവാദം പൊളിച്ചടുക്കിയിട്ടുമുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ള ഉദാഹരണങ്ങൾ വേറെയുമുണ്ട്. GDP റേറ്റിനെ, വളർച്ചാ നിരക്കിനെ കുറിച്ചും ഈ അവകാശവാദങ്ങൾ ഇന്ന് ലോകമാകെ ചോദ്യം ചെയ്യപ്പെട്ട് കഴിഞ്ഞിട്ടുള്ളതാണ് എന്ന് നമ്മൾ ഓർമ്മിക്കണം. 7% വളർച്ചാ നിരക്ക്, 7.5% വളർച്ചാ നിരക്ക് എന്ന അവകാശവാദം അതെങ്ങനെയാണ് ഡാറ്റ മാനിപ്പുലേറ്റ് ചെയ്തത് എന്ന് സാമ്പത്തിക വിദഗ്ധന്മാർ എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്നു. മെത്തഡോളജിയിൽ വരുത്തിയ മാറ്റം, ബേസിയർ മാറ്റം വരുത്തി ഇങ്ങനെ ഡാറ്റ മുഴുവൻ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ട് തെറ്റായ ചിത്രം നൽകിയിട്ടുള്ളത് എങ്ങനെയാണെന്ന് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ. എന്തായാലും ഇതല്ല പ്രതിപക്ഷവും ജനങ്ങളും പ്രതീക്ഷിക്കുന്നത് എന്നാണ് MP രാജേഷും പറയുന്നത്. അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ, ഈ റിപ്പോർട്ട് കാർഡ് അല്ല ജനങ്ങളുടെ മുമ്പാകെ വെക്കേണ്ടത്. അവരുടെ മുമ്പിൽ നേരത്തെ പറഞ്ഞിരുന്ന അഴിമതിയുടെയും തീവ്രവാദത്തിൻ്റെയും കള്ളപ്പണത്തിൻ്റെയും അവസാനമായോ ഒന്നത്. പിന്നെ ഈ ക്യൂവിൽ നിന്ന് ജനങ്ങൾ ചിലരൊക്കെ മരിച്ചുപോയി, ചിലർ ഇപ്പോഴും കഷ്ടതകൾ അനുഭവിക്കുന്നുണ്ട്. അവരെക്കുറിച്ച് എന്താണ് ഈ റിപ്പോർട്ട് കാർഡിൽ പറയാനുള്ളത്? അവരുടെ ദുരിതം തീരുമോ ഈ നാളെ കഴിയുമ്പോൾ? മറ്റന്നാൾ രാവിലെ മുതൽ അവർക്ക് കാര്യങ്ങൾ പഴയതുപോലെ ആകുമോ?
എല്ലാ പിൻവലിച്ച കറൻസികളെയും പുനഃസ്ഥാപിച്ചുകൊണ്ടുള്ള പഴയ സാമ്പത്തിക ക്രമീകരണം ഇപ്പോൾ ഉണ്ടാകുന്നുണ്ടോ? ഇതൊക്കെയാണ് അറിയേണ്ടത്. ഇതിനെക്കുറിച്ചൊക്കെ ഒന്നും പറയാത്ത റിപ്പോർട്ട് കാർഡാണോ നാളെയും ആവർത്തിക്കാൻ പോകുന്നത്? ഡോക്ടർ ലാൽ, വാസ്തവത്തിൽ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് റേഷൻ കടയിൽ അരിയില്ലാത്ത വിഷയമാണ്. എന്തായാലും റേഷൻ കടയിൽ അരിയില്ലാത്തതിൽ അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് തൃശ്ശൂർ കേരളത്തിൻ്റെ സെക്രട്ടേറിയറ്റ് നടയിൽ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ഉപവസിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് കൈരളി ചാനലിൽ ഒരു വാർത്ത പോലും കൊടുക്കാതെ പോയത്, അതുമാത്രം ബാക്കി എല്ലാ ചാനലും പറഞ്ഞു, അതുമാത്രം പറയാതിരുന്നത് കൊണ്ട് ഏകപക്ഷീയമായിട്ടാവുന്നോ? അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ, താങ്കൾ ചർച്ചയുടെ അജണ്ടയെ ആദ്യമേ തന്നെ വഴിതെറ്റിക്കുന്നത് കൊണ്ട് എനിക്ക് ഇടപെടാതിരിക്കാൻ വയ്യ. ഞാൻ അങ്ങാണ് അതിഥി എങ്കിൽ ഈ അടി ഉണ്ടാകുമെന്നാണ് ഈ പൊതുവെ പറഞ്ഞു കേൾക്കുന്നത്. അത് അങ്ങനെ ആകില്ല എന്നുള്ള ഒരു പ്രതീക്ഷയിൽ ഞാൻ തുടർന്ന് അങ്ങയുടെ മുമ്പിൽ ഒരു ക്ലാരിഫിക്കേഷൻ വരുത്തിക്കൊള്ളട്ടെ. ഈ കുമ്മനം രാജശേഖരൻ ഇന്ന് നടത്തുന്ന ഉപവാസത്തെക്കുറിച്ചുള്ള വാർത്തകൾ നമ്മുടെ ചാനലിൽ പോകുന്നുണ്ട്. അത് ഒരു കാരണവശാലും മറച്ചു വെച്ചിട്ടില്ല. ഇപ്പോഴത്തെ ചർച്ച അതല്ല. 49-ാം ദിവസമാണ്, നാളെ 50-ാം ദിവസമാണ്. പ്രധാനമന്ത്രി ചോദിച്ചതാണ് ഈ 50 ദിവസം. നിങ്ങൾ അവകാശപ്പെടുന്നത് പോലെ ഈ 50 ദിവസം കൊണ്ട് ജനങ്ങളുടെ ദുരിതം മാറിയോ? അത് ഇപ്പോൾ ഇന്ന് റിപ്പോർട്ട് കാർഡിൽ പറഞ്ഞിരിക്കുന്നതല്ല 50 ദിവസം കൊണ്ട് തിരുത്തും എന്ന് പ്രധാനമന്ത്രി പറഞ്ഞത് എന്നാണ് പ്രതിപക്ഷം പറയുന്നത്. നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട്? ഡോക്ടർ ലാൽ, ഞാൻ സംസാരിക്കുമ്പോൾ എനിക്ക് എക്കോ വരുന്നതുകൊണ്ട് പറയാൻ പറ്റുന്നില്ല. ഇപ്പം കുഴപ്പമില്ല. എന്തായാലും ഞാൻ ആ വിഷയം പറയാൻ കാരണം നിങ്ങളെന്തായാലും കാണിച്ചത് നന്നായി. എന്തായാലും ആ പക്ഷേ അവിടെ നിൽക്കണം. അതുകൊണ്ട് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് റേഷൻ കടയുടെ കാര്യം കൂടിയാണ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ശരി, എന്തായാലും നമ്മുടെ വിഷയം ഡോക്ടർ ലാൽ ഡീമോണിറ്റൈസേഷൻ ആണല്ലോ. ഡീമോണിറ്റൈസേഷനിൽ വാസ്തവത്തിൽ ജനങ്ങൾ ആഗ്രഹിക്കുന്ന വിവരമാണ് നമ്മുടെ ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്ന സാമ്പത്തിക വിദഗ്ധൻ സൂചിപ്പിച്ചത്. അദ്ദേഹം സൂചിപ്പിച്ചത് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്ന രാഷ്ട്രീയമുള്ളവർക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. ലാലിനും കുറച്ച് രാഷ്ട്രീയം ഉള്ളതുകൊണ്ട് ലാലും അതൊരു പക്ഷേ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. പക്ഷേ അദ്ദേഹം യാഥാർത്ഥ്യം പറഞ്ഞു, സാധനങ്ങളുടെ വില കുറഞ്ഞു. ഞാനിങ്ങോട്ട് വരുമ്പോൾ ഈ സാധനങ്ങളുടെ വില കുറവിൻ്റെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്തിട്ടാണ് ഞാനും വന്നത്. സാധാരണക്കാരന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് സാധനങ്ങളുടെ വില കുറവിലാണ്. മാത്രമല്ല ഉൽപ്പാദനത്തിൽ കുറവ് സംഭവിച്ചിട്ടുണ്ട്. അതേ സമയത്ത് നികുതി ഇനത്തിൽ വളർച്ചയും സംഭവിച്ചിട്ടുണ്ട്. ശരിയാണ്, അദ്ദേഹം പറഞ്ഞതിനെ 100% അനുകൂലിച്ചുകൊണ്ട് പറയട്ടെ. മൺസൂണിനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെയാണ് കാർഷിക വളർച്ച. അപ്പോൾ വാസ്തവത്തിൽ എല്ലാവരും പ്രതീക്ഷിച്ചതുപോലെ, ഈവൻ BJPയുടെ ഗവൺമെൻറ് പ്രതീക്ഷിച്ചതുപോലെ വലിയ മാരകമായിട്ടുള്ളതൊന്നും ഇന്ത്യ മഹാരാജ്യത്ത് സംഭവിച്ചില്ലെന്ന് മാത്രമല്ല, 50 ദിവസം കഴിയുമ്പോൾ ശുഭകരമായ ഒരു പര്യവസാനമായിട്ടാണ് കാര്യങ്ങളുടെ പോക്ക് കാണുന്നത്. അതിന് ഈ നാട്ടിലെ ജനങ്ങളെ അഭിനന്ദിക്കുകയാണ് ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, നേരത്തെ സൂചിപ്പിച്ചു, അവകാശവാദങ്ങൾ ധാരാളം പറയുന്നതാണ് ഈ ഗവൺമെൻറ് എന്ന്. സംശയമൊന്നുമില്ല, എല്ലാ ഗവൺമെൻറ്റുകളും അവരവർ ചെയ്യുന്നത് പറയും. ഞങ്ങൾ ചെയ്യുന്നത് മാത്രമേ പറയുന്നുള്ളൂ. ഞങ്ങൾ ചെയ്യുന്ന ഗോപാലകൃഷ്ണൻ, ഞാൻ ഒന്ന് ഇടപെടട്ടെ. ഈ 50 ദിവസം കൊണ്ട് പ്രധാനമന്ത്രി ജനങ്ങളുടെ ദുരിതം തീർക്കുമെന്ന് പറഞ്ഞപ്പോൾ ഇന്ന് റിപ്പോർട്ട് കാർഡിൽ പറഞ്ഞതുപോലെ, അങ്ങ് അനുമോദിച്ചതുപോലെ, അങ്ങ് ആശ്വസിച്ചതുപോലെ ഈ വ്യോമഗതാഗതത്തിന്റെ വളർച്ച ഉണ്ടാകുന്നതിനെയാണോ ഈ 50 ദിവസം കൊണ്ട് നേരെയാക്കുമെന്ന് പറഞ്ഞത്? പെട്രോളിന്റെ ഉപഭോഗം കൂട്ടുന്നതിനെ കുറിച്ചാണോ പറഞ്ഞത്? ഇന്നിപ്പോൾ അങ്ങ് പറഞ്ഞു സാധനങ്ങളുടെ വില കുറഞ്ഞു എന്ന് പറഞ്ഞു. ശരിയാണ്, പല സാധനങ്ങളുടെയും വില കുറഞ്ഞു. വില ഇല്ലാതായി. ഇവിടെ പല കാർഷിക ഉൽപ്പന്നങ്ങൾക്കും വില തന്നെ ഇല്ലാതായി. തക്കാളിയൊക്കെ 1 രൂപയ്ക്ക് പോലും കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ആയത് നമ്മൾ എല്ലാ ദിവസവും കാണുന്നുണ്ടല്ലോ. ഇതാണോ വില കുറയ്ക്കുന്നതിനെ കുറിച്ചുള്ള നിങ്ങളുടെ നയം? ഇതൊക്കെ ശരിയാക്കാൻ വേണ്ടിയായിരുന്നു ഈ 50 ദിവസം നിങ്ങൾ ചോദിച്ചത്, അല്ലാതെ അഴിമതി, തീവ്രവാദം, കള്ളപ്പണം ഇതൊന്നും ശരിയാക്കാനല്ലായിരുന്നു? ലാലെ, നമ്മൾ സംസാരിക്കുമ്പോൾ കുറച്ച് അക്കാഡമിക് ആയിട്ട് സംസാരിക്കണം. ഞാൻ മാത്യു കുഴൽനാടനൊക്കെ കുറച്ചൊരു അക്കാഡമിക് ആയിട്ട് സംസാരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഭാരതീയ ജനതാ പാർട്ടി ഡീമോണിറ്റൈസേഷൻ എടുക്കുന്ന സമയത്ത് നമ്മളുടെ മനസ്സിൽ, ഗവൺമെൻറ്റിൻ്റെ മനസ്സിൽ ചില കാഴ്ചപ്പാടുണ്ട്. ആ ഗവൺമെൻറ്റിൻ്റെ മനസ്സിലുള്ള കാഴ്ചപ്പാടിൽ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് തീവ്രവാദം, ഭീകരവാദം. ഭീകരവാദത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഏതാണ്ട് 2000-ന് മുകളിൽ മാവോയിസ്റ്റുകളുമായി ബന്ധപ്പെടുന്ന, നക്സൽബാരികളുമായി ബന്ധപ്പെടുന്ന ആളുകൾ ഇതിനകം തന്നെ ആയുധം കീഴടക്കി, ആയുധം
വെച്ച് കീഴടങ്ങി. രണ്ടാമത്തെ കാര്യം, കഴിഞ്ഞ പ്രാവശ്യമുള്ളതുപോലെ ഇതിനു മുമ്പുണ്ടായതുപോലെ നവംബർ 8-ന് മുമ്പുണ്ടായ പോലെ കാശ്മീരിൽ വ്യാപകമായിട്ടുള്ള ആക്രമങ്ങൾ ഇപ്പോൾ കാണുന്നില്ല. അതുകൊണ്ട് ഭീകരപ്രവർത്തനങ്ങളെ ഒരളവോളം തകർക്കാൻ ഇതിന് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ഒരൊറ്റ അക്കൗണ്ടിൽ, ജാർഖണ്ഡിൽ ഒരൊറ്റ അക്കൗണ്ടിൽ 40 ലക്ഷമാണ്. അന്വേഷിച്ചു വന്നപ്പോൾ അത് നക്സൽ ബാരിയുടേതാണ്. ഒരു ആശുപത്രിയിൽ നക്സൽ ബാരികൾ കയറി വെടിവെച്ചു അവരുടെ 2.5 കോടി രൂപ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ, തീവ്രവാദം അവസാനിച്ചു എന്നൊരു സർക്കാരിന് അവകാശവാദം ഉന്നയിക്കാൻ സാധിക്കണമെങ്കിൽ ഈ തീവ്രവാദത്തിന്റെ കാരണവും കൂടി ഇല്ലാതെയാകണം. അല്ലാതെ അവരുടെ അക്കൗണ്ടിലുള്ള ഒരു 40 ലക്ഷം പിടിച്ചതുകൊണ്ട് ഈ രാജ്യത്ത് തീവ്രവാദമേ ഇല്ലാതെയായി, മാവോയിസം ഇല്ലാതെയായി എന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അത് എന്ത് തരം യുക്തിക്ക് നിരക്കുന്നതാണ്? ഒരിക്കലും തീവ്രവാദം അതുകൊണ്ട് ഇല്ലാതാകുന്നില്ലല്ലോ. അവർ മറ്റു വഴി തേടുകയല്ലേ ഉണ്ടാകുക ഇതുവഴി. ലാലെ, നിങ്ങൾ ഒരു കാര്യം ചോദിക്കുമ്പോൾ അതിന് ഉത്തരം പറയാൻ സമയം തരണം. അതിനിടയിൽ കയറി നിങ്ങൾ വീണ്ടും ചോദിക്കരുത്. അപ്പോൾ എനിക്ക് ആദ്യത്തെ പറയാൻ കഴിയില്ല. അതുകൊണ്ട് നിങ്ങൾ എത്ര ചോദിച്ചാലും ഞാൻ ആദ്യത്തേത് പറഞ്ഞതിന് ശേഷമേ രണ്ടാമത്തേത് പറയുള്ളൂ. രണ്ടാമത്തെ കാര്യം അഴിമതിയുടെ കാര്യമാണ്. സ്വാഭാവികമായും അഴിമതിയുടെ കാര്യത്തിൽ ഇപ്പോൾ ഇന്നത്തെ റിപ്പോർട്ട് അനുസരിച്ച് 250 ബാങ്കുകളിലാണ് റെയ്ഡ് നടന്നിട്ടുള്ളത്. തമിഴ്നാട്ടിലെ സെക്രട്ടറിയുടെ വീട്ടിൽ പോലും റെയ്ഡ് നടന്നിരിക്കുന്നു. അപ്പോൾ പ്രധാനപ്പെട്ട അഴിമതിയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ മുഴുവനും ശക്തമായിട്ടുള്ള റെയ്ഡുകളടക്കം ഈ ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ മൂന്നാമത്തെ ഒരു കാര്യം നമുക്കെല്ലാവർക്കും, ഇത് കേൾക്കുന്നില്ല കേട്ടോ, മൂന്നാമത്തെ ഒരു കാര്യം നമുക്കെല്ലാവർക്കും അറിയാം, ഫേക്ക് കറൻസിയെക്കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല. എത്ര ശതമാനമായാലും ശരി, ഫേക്ക് കറൻസി എന്ന് പറയുന്നത് ഇതോടുകൂടി ഇല്ലാതാവാൻ പോകുന്നു എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. ഇതിനൊക്കെ അപ്പുറത്തുള്ള മറ്റൊരു കാര്യമുണ്ട് ലാൽ, അത് ഒരു ക്യാഷ്ലെസ് എക്കോണമിയിലേക്ക് ഇന്ത്യയെ മാറ്റുക എന്നുള്ളതാണ്. അതിൽ കേരളവും മാറണം, ഇന്ത്യയും മാറണം. മാത്യു കുഴൽനാടനെ പോലുള്ള ഇതൊക്കെ നമുക്ക് നാളെ കഴിഞ്ഞ് പ്രധാനമന്ത്രി പറയുമ്പോൾ ചർച്ച ചെയ്യേണ്ട കാര്യമാണ് ശ്രീ ഗോപാലകൃഷ്ണൻ. അതല്ല എന്റെ ചോദ്യം. ഒരു മിനിറ്റ് കൂടി അങ്ങ് എടുത്ത് അതിന് ഉത്തരം പറയുകയാണെങ്കിൽ എനിക്ക് മറ്റ് അതിഥികളിലേക്ക് പോകാം. അതായത് ഈ 50 ദിവസം കൊണ്ട് ഈ രാജ്യത്തെ ക്യൂ കുറയ്ക്കും, ATM-ൽ എല്ലാ ATM-കളിലും പണമുണ്ടാകും, ജനങ്ങൾക്ക് അവർ ബാങ്കിൽ നിക്ഷേപിച്ച പണം തിരിച്ചെടുക്കാനാകും, അവരുടെ കച്ചവടം പഴയതുപോലെ നടത്താനാകും. ഇതൊക്കെയാണ് 50 ദിവസത്തെ ദുരിതമില്ലാതെയാക്കും, ഇല്ലെങ്കിൽ എന്നെ ബേൺ അലൈവ് എന്ന് പ്രധാനമന്ത്രി രാജ്യത്തോട് തന്നെ പറഞ്ഞത്. ഇത് മാറ്റിപ്പറയുകയാണോ ഇപ്പോൾ? ഇത് മാറ്റി പറയേണ്ട ആവശ്യമില്ല. ക്യൂ ഒന്നും ഇല്ല എൻ്റെ ലാല് പോകുന്നിടത്തായിരിക്കും ക്യൂ. ഇല്ല, ഞാൻ പോകുന്നിടത്തും ക്യൂ ഇല്ല അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ. കാരണം അവിടെ ക്യൂ നിന്നിട്ട് കാര്യമില്ല, അവിടെ ATM-ൽ പണമില്ല, അതുകൊണ്ടാണ്. ഇനി അഥവാ പണം ഉണ്ടെങ്കിൽ അത് 2000 രൂപയാണ്, അതെടുത്തുകൊണ്ട് വീട്ടിൽ കൂട്ടിവെച്ചിട്ടും കാര്യമില്ല. അതെ, ലാലുമായി ബന്ധപ്പെടുന്ന ആളുകൾക്കും ഒരു കാരണവശാലും ബാങ്കിൽ നിന്ന് പൈസ കിട്ടാൻ വഴിയില്ല. കാരണം അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ, അങ്ങയുടെ ഒരു പാർട്ടിയുടെ പ്രതിനിധി ഈ നിയമസഭയിൽ ഉണ്ടല്ലോ. ഈ MLA ക്വാർട്ടേഴ്സ് ആണ് ഈ കൈരളി ചാനലിന് തൊട്ടടുത്തുള്ള ഒരു ATM ഉള്ള സ്ഥലം. ആ ATM കൗണ്ടറിൽ പണമില്ലാതെ ഞാൻ തിരിച്ചു വന്ന് നിൽക്കുകയാണ്. അങ്ങയുടെ MLA-ക്ക് അവിടെ പോയി നോക്കാം. MLA ക്വാർട്ടേഴ്സിൽ അദ്ദേഹത്തിന് മുറിയുണ്ടല്ലോ, ആ ATM-ൽ പോയി നോക്കാം. അവിടെ പണമില്ല അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ. ഞാൻ ഇന്നൊരു 4 സ്ഥലത്ത് പോയിട്ട് ഞാനും എൻ്റെ വീട്ടുകാരും എല്ലാം ബന്ധപ്പെട്ട് ഞങ്ങളൊക്കെ ATM-ൽ പൈസ എടുത്തു. നിങ്ങളുടെ അവിടുത്തെ ATM-ൽ മാത്രം പൈസ ഇല്ലാത്തെന്ന് അറിയില്ല. ഒരുപക്ഷെ 80% ATM-ൽ ചെയ്യുമെന്നാണ് പറഞ്ഞത്. ആ 80%-ൽ അത് പെട്ടിട്ടുണ്ടാവില്ല. 60% ATM-കൾ മാത്രമാണ് ഇന്ത്യ ഒട്ടാകെ പ്രവർത്തിക്കുന്നത് അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ. ഈ 50 ദിവസം നാളെ പൂർത്തിയാകുമ്പോൾ അങ്ങനെയാണെങ്കിൽ 100% പൂർത്തിയാകണ്ടേ? അതെ, ഇന്നത്തെ വാർത്തയിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഏറ്റവും ഉയർന്ന പദവിയിലിരിക്കുന്നവരുടെ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ഏതാണ്ട് ഡിസംബർ 31-ന് 80% ഡീകാലിബ്രേറ്റ് ചെയ്യപ്പെടും. എൻ്റെ കയ്യിൽ അതിൻ്റെ വാർത്തയുണ്ട്. ഡീകാലിബ്രേറ്റ് ചെയ്യപ്പെടുമെന്ന് അവർ പറയുന്നു. ഇനി 60% ചെയ്താൽ അധികം വിഷമിക്കേണ്ട ലാലെ, 1, 2, 3, 4 ദിവസത്തിനുള്ളിൽ ബാക്കി ശരിയാവും. എന്റെ വിഷമമല്ല, പ്രധാനമന്ത്രി പറഞ്ഞ 50 ദിവസം നാളെ പൂർത്തിയാകുകയാണ്. അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ തിരിച്ചെത്താം. ഡോക്ടർ മാത്യു കുഴൽനാടൻ, അഴിമതിയെക്കുറിച്ചും തീവ്രവാദത്തെക്കുറിച്ചും കള്ളപ്പണത്തെക്കുറിച്ചുമുള്ള നിങ്ങളുടെ ആശങ്കകൾ പരിഹരിക്കുന്ന രീതിയിലാണ് രാജ്യം മുന്നോട്ട് പോയത് ഈ 50 ദിവസം എന്നാണ് അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണന്റെ അവകാശവാദം.
അല്ല ലാലെ, നിങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, 50 ദിവസം കഴിയുമ്പോൾ കാര്യങ്ങളെല്ലാം ശരിയാകുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞത് ATM-ൽ പണം വരും എന്ന വാഗ്ദാനമാണോ അദ്ദേഹം നൽകിയത്? ഇനി അഥവാ ഗോപാലകൃഷ്ണൻ്റെ വാദം അംഗീകരിച്ചാൽ തന്നെ എന്നാണോ അദ്ദേഹത്തിൻ്റെ ഇതായിരുന്നു? അല്ല, ഞാൻ പറയട്ടെ. അപ്പോൾ ഇപ്പോൾ 51ാമത്തെ ദിവസം ഈ രാജ്യത്തെ പൗരന്മാർക്ക് നിങ്ങൾക്ക് എത്ര രൂപ വേണമെങ്കിലും വിഡ്രോ ചെയ്യാം. ആഴ്ചയിൽ 24,000 രൂപ എന്ന പരിമിതി എടുത്തു കളയുന്നു. എല്ലാ ബാങ്കുകളിലും അല്ലെങ്കിൽ എല്ലാ ATM-കളിലും പണം വരുന്നു. ഇതാണ് സാധാരണഗതിയിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞ് അർത്ഥമാക്കുക. നമ്മളിനി അത് പറഞ്ഞ് സമയം കളയേണ്ട കാര്യം, നമ്മുടെ വിലപ്പെട്ട സമയം പോവും. ഞാൻ ഗോപാലകൃഷ്ണൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ അദ്ദേഹത്തോട് റിക്വസ്റ്റ് ചെയ്യുകയാണ്, ഇതിൽ അക്കാഡമിക്കായിട്ട് ഒന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ ഇന്ന് വന്ന റിപ്പോർട്ട് കാർഡിൻ്റെ ഹൈലൈറ്റ് എന്തൊക്കെയാണ്? ഹൈലൈറ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് ടാക്സ് കളക്ഷൻ ഡബിൾ ഡിജിറ്റിലേക്ക് വർദ്ധിച്ചു എന്നുള്ളതാണ്. ഞാൻ ചോദിക്കട്ടെ, പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണ്? അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പെട്രോളിൻ്റെ ഉപഭോഗം കൂടി, അതുകൊണ്ട് ടൂറിസം മേഖലയിൽ മികച്ച നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ലൈഫ് ഇൻഷുറൻസിലെ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടി, അത് നല്ലൊരു സൈനാണ് കാണിക്കുന്നതെന്നാണ്. രാജ്യത്തെ വിലക്കയറ്റം കുറഞ്ഞു. ഈ 4 കാര്യം, ഞാൻ ഈ 4 കാര്യത്തിലും അക്കാഡമിക്കായിട്ട് കാര്യം ചെയ്യുക. ഡിമോണിറ്റൈസേഷൻ കൊണ്ട് ഈ ടാക്സ് കളക്ഷൻ എങ്ങനെയാണ് കൂടുന്നത്? ടാക്സ് കളക്ഷൻ കൂടിയതിന് കാരണം ഞാൻ പറയാം. പഴയ നോട്ട് ബാങ്കിൽ എടുക്കുന്നത് പോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ റവന്യൂ കളക്ഷന് അത് ഉപയോഗിക്കാമെന്ന് പറഞ്ഞപ്പോൾ ആളുകൾ ആ പണം ഡിപ്പോസിറ്റ് ചെയ്ത് അങ്ങനെയാണ് ടാക്സ് കളക്ഷൻ കൂടിയത്. അതല്ലാതെ ഒരു കാരണവശാലും ഒരു എഫക്റ്റീവ് മെഷർ ആയതുകൊണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ടോ അല്ല. ലൈഫ് ഇൻഷുറൻസിൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടിയത് എങ്ങനെയാണ്? ആളുകൾ ഒരുപാട് പേര് ടാക്സ് റിട്ടേൺ കൊടുക്കാൻ തീരുമാനിച്ചു. ടാക്സ് റിട്ടേൺ കൊടുക്കേണ്ട വരുമ്പോൾ അതിൻ്റെ അകത്ത് അവരുടെ സെറ്റ് ഓഫ് ചെയ്യാവുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് കൂട്ടി കാണിക്കാൻ വേണ്ടി ലൈഫ് ഇൻഷുറൻസിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതൊരു ഓർഗാനിക് ഗ്രോത്ത് ആണ് അല്ലെങ്കിൽ ഓർഗാനിക് വെൽഫെയർ ആണ് രാജ്യത്തുണ്ടായത് എന്ന് പറയാൻ കഴിയുമോ? ഒരിക്കലുമില്ല. ഇന്നത്തെ ഇമ്മീഡിയറ്റ് ക്രൈസിസ് തരണം ചെയ്യാൻ വേണ്ടി ഡൈവേർട്ട് ചെയ്ത പൈസയാണ്. വിലക്കയറ്റം കുറഞ്ഞു എന്ന് പറയുന്നു. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, ആളുകളുടെ കയ്യിൽ പണമില്ലാതായി, ആളുകൾ വാങ്ങാതായപ്പോൾ മാർക്കറ്റിലെ സാധനങ്ങൾക്ക് വില കുറഞ്ഞു. ഇതൊരു ഓർഗാനിക് ആയിട്ടുള്ള ഒരു ഇൻഫ്ലേഷൻ കൺട്രോളിങ് മെക്കാനിസമാണോ? എക്കണോമിക്സിലെ ഒരു തിയറിയിലും എക്കണോമിക്സിലെ ഒരു ആസ്പെക്റ്റിലും ഒരു മാനദണ്ഡത്തിലും വരുന്ന പ്രക്രിയയല്ല ഇത്. ഞാൻ പറയുന്നു, ഡിമോണിറ്റൈസേഷൻ എന്ന പ്രക്രിയ കൊണ്ട് നിങ്ങൾ അച്ചീവ് ചെയ്തു എന്ന് ഇന്നത്തെ ദിവസം അവകാശപ്പെട്ട് പുറത്തിറക്കിയ ഈ റിപ്പോർട്ട് കാർഡിലെ ഒരു കാര്യങ്ങളും ഒരു പ്രൂഡൻ്റ് ആയിട്ടുള്ള ഒരാൾക്കും ഇത് ഡിമോണിറ്റൈസേഷൻ്റെ എഫക്റ്റാണ് അല്ലെങ്കിൽ അതിന് വേണ്ടിയാണ് ഡിമോണിറ്റൈസേഷൻ ചെയ്തത് എന്ന് പറയാൻ കഴിയില്ല. തീർച്ചയായിട്ടും നിങ്ങൾ രാജ്യത്തോട് പ്രഖ്യാപിച്ച 3 കാര്യങ്ങൾ, ഇപ്പോൾ തീവ്രവാദത്തിൻ്റെ കാര്യം ബഹുമാനപ്പെട്ട ഗോപാലകൃഷ്ണൻ പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, നമുക്ക് കോൺഫിഡൻ്റായി പറയാൻ കഴിയുമോ ഇന്ത്യയിൽ ഇനി തീവ്രവാദ ഫണ്ടിങ് ഉണ്ടാകില്ല എന്ന്? ലോകത്ത് ഏറ്റവും കൂടുതൽ ക്യാഷ്ലെസ് എക്കോണമിയായി വർക്ക് ചെയ്യുന്ന 80% ട്രാൻസാക്ഷൻസ് പ്ലാസ്റ്റിക് മണിയിൽ നടക്കുന്ന ഫ്രാൻസിലും ബെൽജിയത്തിലുമാണ് ലോകത്തെ ഏറ്റവും വലിയ 2 തീവ്രവാദ ടാർഗറ്റുകൾ. എങ്ങനെയാണ് നമുക്ക് പറയാൻ കഴിയുക? ഈ ഡിമോണിറ്റൈസേഷന് ശേഷം നർഗോട്ടയിലും പാംപോറിലും തീവ്രവാദ ആക്രമണങ്ങൾ ഉണ്ടായില്ലേ? എങ്ങനെയാണ് ഗവൺമെന്റ് പറയാൻ കഴിയുന്നില്ല ഇല്ലാതാക്കാൻ കഴിഞ്ഞു? അതൊന്നും എന്തായാലും ഇന്നത്തെ BJP നേതാക്കളുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഈ റിപ്പോർട്ട് കാർഡിനെ ന്യായീകരിച്ചുകൊണ്ട് ഇപ്പോൾ അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ പറഞ്ഞു, സാധനങ്ങൾക്ക് വില കുറയുന്നു, അതുപോലെ ജനങ്ങൾക്ക് ചെറിയ ദുരിതങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ATM-ൽ നിന്ന് പൈസ കിട്ടാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നാളെയോ മറ്റന്നാളോ കൊണ്ട് 3-4 ദിവസം കൊണ്ടൊക്കെ അത് തീരുകയും ചെയ്യും, അതൊന്നും വലിയ പ്രശ്നമല്ല, SBI അതിനുള്ള ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ പറയുന്നത്. അങ്ങനെ പ്രശ്നങ്ങളൊക്കെ കുറഞ്ഞതിൻ്റെ പുറത്ത് ജനങ്ങൾ നല്ല സുന്ദരമായി മുന്നോട്ട് പോകുന്നതിന് അവരെ അഭിനന്ദിക്കാൻ വേണ്ടി ആയിരിക്കാം ഒരുപക്ഷെ ഇനി 50-ാം ദിവസം കഴിയുന്ന അടുത്ത ദിവസം പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യാൻ പോകുന്നത്. അതാണോ പ്രധാനമന്ത്രിയിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? ജനങ്ങൾക്ക് ഈ പ്രശ്നമില്ല എന്ന്, തീവ്രവാദം കുറഞ്ഞതിൽ നിന്നും അഴിമതി കുറഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ടും അവർ സ്ഥാപിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. അക്കാദമിക്കായിട്ട് സംസാരിച്ചോളണം എന്ന ഉത്തരവുള്ളത് കൊണ്ട് കുറച്ച് അക്കാദമികമായിട്ട് നമുക്ക് നോക്കാം. ഇപ്പോൾ പെട്രോൾ കൺസംഷൻ കൂടി എന്നതാണ് റിപ്പോർട്ട് കാർഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവകാശവാദം. പെട്രോൾ കൺസംഷൻ കൂടിയത് വളരെ കോമൺ സെൻസ് മാത്രം ഉപയോഗിച്ചാൽ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. 500 രൂപയുടെയും 1000 രൂപയുടെയും നോട്ടുകൾ ഉപയോഗിക്കാൻ, പെട്രോൾ പമ്പുകളിൽ ഉപയോഗിക്കാനുള്ള
അനുവാദമുണ്ടായിരുന്നു. അപ്പോൾ ഫലത്തിൽ ഈ നോട്ടുകൾ കൈമാറുന്നതിനുള്ള എക്സ്ചേഞ്ച് സെന്ററുകളായി ഈ പെട്രോൾ പമ്പുകൾ മാറി എന്നുള്ളതാണ് പെട്ടെന്ന് പെട്രോൾ കൺസംഷൻ കൂടുന്നതിന് കാരണം. ആർക്കാണത്? കോമൺ സെൻസ് ഉള്ള ആർക്കും മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. അതൊരു വലിയ അവകാശവാദമായിട്ട് ഗവൺമെന്റ് ഉന്നയിക്കുകയാണ്. അല്ലെങ്കിൽ നിങ്ങൾ നിഷേധിക്കൂ. 500-ന്റെയും 1000-ന്റെയും നോട്ട് പെട്രോൾ അടിക്കാൻ ഉപയോഗിക്കാമായിരുന്നല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും കൂടി ആളുകൾ അവിടെ കൊണ്ടുപോയിട്ട് ഇത് കൊടുത്തു. കാരണം ഇത് കയ്യിൽ വെച്ചിരുന്നിട്ട് കാര്യമില്ല, ബാങ്കിലേക്ക് പോകുന്നതിനേക്കാൾ എളുപ്പമാണ് എന്ന സ്ഥിതി വന്നു. ഒന്ന്, വിമാനയാത്രയുടെ കാര്യത്തിൽ എന്താ കാരണം? വിമാനയാത്രയ്ക്ക് ഈ നോട്ടുകൾ ഉപയോഗിക്കാമായിരുന്നു. അപ്പോ ജീവിതത്തിൽ ആദ്യമായിട്ട് പലരും എന്നാ പിന്നെ ഏതായാലും ഈ നോട്ടിന് വിലയില്ലാതാവുകയാണ്, മറ്റൊന്നും ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയാണ്, എന്നാൽ വിമാനയാത്ര നടത്താം എന്നൊരു ആഗ്രഹം സഫലീകരിക്കാം. ആ നിലയിൽ വിമാനയാത്രാ ടിക്കറ്റിന് ഉപയോഗിക്കാമായിരുന്നു ഇതൊന്നും ആർക്കും അറിയാത്ത കാര്യമാണ്. എന്നിട്ട് സർക്കാർ അവകാശവാദം, ഒരു ലജ്ജ വേണ്ട ഇത്തരം അവകാശവാദങ്ങളൊക്കെ ഉന്നയിക്കുന്നതിന്. ഇവിടെ ഡിമാൻഡിന്റെ കാര്യം മാത്യു പറഞ്ഞു, വളരെ അക്കാഡമിക് ആയിട്ട് തന്നെ പറഞ്ഞു. മാർക്കറ്റിലെ തിയറി അനുസരിച്ച് വില നിശ്ചയിക്കുന്നത് എങ്ങനെയാണ്? പ്രൈസ് ഡിറ്റർമിൻ ചെയ്യുന്നത് എങ്ങനെയാണ്? ഡിമാൻഡ് ആൻഡ് സപ്ലൈ തിയറി പ്രകാരമാണ്. ഡിമാൻഡ് കൂടുന്നതനുസരിച്ച് വില കൂടും, എന്നാൽ ഡിമാൻഡ് കുറയുമ്പോൾ വില കുറയും. സാമാന്യമായ സാമ്പത്തിക ശാസ്ത്ര തത്വമാണ്. അക്കാദമിക്കായിട്ട് തന്നെ നോക്കിയാൽ അങ്ങനെയാണ്. അപ്പൊ വിലക്കയറ്റം ഉണ്ടായി വില കുറഞ്ഞു എന്ന് ആരാണ് ഇവിടെ പറഞ്ഞതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പറയുമ്പോൾ ഇതുകൂടി കൂട്ടിച്ചേർത്ത് പറയണം. അപ്പൊ വില കുറഞ്ഞു എന്ന് പറഞ്ഞാൽ ഡിമോണിറ്റൈസേഷൻ അഫക്ട് ചെയ്തു എന്ന് തന്നെയാണ് അതിനർത്ഥം. അപ്പൊ സർക്കാരിന്റെ അവകാശവാദം ഫലത്തിൽ ഡിമോണിറ്റൈസേഷന്റെ പരാജയത്തിന്റെ സമ്മതമാണ്. കാരണം വില കുറയുന്നത് കൊണ്ട് ആളുകളുടെ വാങ്ങൽ ശേഷി കുറയുമ്പോഴാണ്, പർച്ചേസിംഗ് പവർ കുറയുമ്പോഴാണ്. അക്കാദമികമായിട്ട് തന്നെ അങ്ങനെയാണ്. അല്ലെങ്കിൽ അങ്ങനെയെല്ലാം സ്ഥാപിക്കട്ടെ. അപ്പൊ ഡിമാൻഡും സപ്ലൈയുമാണല്ലോ വില നിശ്ചയിക്കുന്നത്. ഡിമാൻഡ് കുറയുമ്പോൾ വില കുറയും. അതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. സർക്കാരിൽ നിന്ന് ജനം പ്രതീക്ഷിക്കുന്നത് റിപ്പോർട്ട് കാർഡല്ല, പകരം ATM-ൽ പണമാണ്. സർക്കാരിൽ നിന്ന് ജനം പ്രതീക്ഷിക്കുന്നത് അവകാശവാദങ്ങളല്ല, പകരം ആഴ്ചയിൽ 24,000-ൽ കൂടുതൽ വിഡ്രോ ചെയ്യാൻ കഴിയില്ല എന്ന നിയന്ത്രണം. ആരുടെ കാശ്? അവരവർ അധ്വാനിച്ചുണ്ടാക്കിയിട്ടുള്ള പൈസ. ആ പൈസ 24,000 റേഷൻ കൊടുക്കുന്നത് പോലെ കാശ് റേഷനായി കൊടുക്കുന്നത് അവസാനിപ്പിക്കുക എന്നാണ് സർക്കാരിൽ നിന്ന് ജനം പ്രതീക്ഷിക്കുന്നത്. നിങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞോ? 50 ദിവസം കഴിഞ്ഞിട്ടും ചെയ്യാൻ കഴിഞ്ഞോ? നിയന്ത്രണങ്ങൾ എപ്പോൾ ഇല്ലാതാവുമെന്നാണ് നാളെ പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ പറയേണ്ടത്. നാളെ നിയന്ത്രണം ഇല്ലാതായിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കാൻ കഴിയുമോ? ഇവിടെ ATM-ൽ അവിടെ പൈസ ഉണ്ട്, ഇവിടെ ഇല്ല, അവിടെ ഉണ്ട് എന്നൊക്കെയുള്ള അവകാശവാദം എൻ്റെ വീട്ടുകാർ പോയിട്ടെടുത്തു എന്ന് നമ്മൾ തർക്കിക്കേണ്ട കാര്യമില്ല. എന്തിനാണ് അത്തരം തർക്കങ്ങൾ? 14 ലക്ഷം കോടി രൂപയിലധികം ആണ് കറൻസി വിഡ്രോ ചെയ്തത്. എത്രയാണ് പുനഃസ്ഥാപിച്ചിട്ടുള്ളത്? 4 ലക്ഷം കോടി രൂപ, സർക്കാരിന്റെ തന്നെ കണക്കുകൾ അനുസരിച്ച്. ഒരു കാര്യം വളരെ വ്യക്തമാണല്ലോ, 10 ലക്ഷം കോടി രൂപയുടെ കറൻസി ഇതുവരെ പുനഃസ്ഥാപിച്ചിട്ടില്ല, റീപ്ലേസ് ചെയ്തിട്ടില്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണല്ലോ. സർക്കാർ പോലും അവകാശപ്പെടുന്നില്ലല്ലോ. പിന്നെ ചിലയിടത്ത് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ചണ്ഡീഗഡിലെ മുനിസിപ്പൽ ഇലക്ഷൻ, ചണ്ഡീഗഡിൽ പോയി വന്ന പത്രപ്രവർത്തകരെല്ലാം പറഞ്ഞത് ചണ്ഡീഗഡ് മുനിസിപ്പൽ ഇലക്ഷന്റെ ഭാഗമായിട്ട് അവിടുത്തെ ATM-കളിൽ 24 മണിക്കൂറും പണമായിരുന്നു എന്നുള്ളതാണ്. ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല, കാരണം അവിടെ കോർപ്പറേഷൻ ഇലക്ഷൻ നടക്കുകയാണ്. അപ്പോൾ ഈ നിലയിലുള്ള സമീപനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആകെ 4 ലക്ഷം കോടി രൂപ മാത്രമേ വന്നിട്ടുള്ളൂ. ഈ നികുതി പിരിവിന്റെ അവകാശവാദം ഇവിടെ പറഞ്ഞു. മാത്യു ഒരു പോയിന്റ് പറഞ്ഞു. മറ്റൊരു കാര്യം ഞാൻ ഇവിടെ ചൂണ്ടിക്കാണിക്കട്ടെ. ഏതാനും ദിവസം മുമ്പാണ് ബിസിനസ് സ്റ്റാൻഡേർഡിൽ വന്നത്. ബിസിനസ് സ്റ്റാൻഡേർഡിൽ മാത്രമല്ല, എക്കണോമിക് ടൈംസിലെ എല്ലാ പത്രങ്ങളിലും വാർത്ത വന്നു. ഒരുപക്ഷെ ഇവിടെ ഈ പാനലിൽ ഒരു എക്സ്പെർട്ട് ഇരിക്കുന്നുണ്ടല്ലോ, അദ്ദേഹത്തിന് അത് ശരിവെക്കാൻ കഴിയുമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. വന്നത് അഡ്വാൻസ് ടാക്സ് പേയ്മെന്റ് കുറഞ്ഞിരിക്കുന്നു. ഏതാണ്ട് 40 കമ്പനികളുടെയോ മറ്റോ, പ്രധാനപ്പെട്ട ഏറ്റവും പ്രമുഖമായ 40 കമ്പനികളുടെയോ മറ്റോ ലിസ്റ്റ് അവർ കൊടുത്തിരുന്നു. അഡ്വാൻസ് ടാക്സ് പേയ്മെന്റ് കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇതെല്ലാം വസ്തുതയാണ്, അക്കാദമികമോ അല്ലാത്തതോ ആവട്ടെ. ഞാൻ തിരിച്ചു വരാം ശ്രീ MP രാജേഷ്. അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ, ഇതിനൊരു മറുപടി ആണ് ഇപ്പോൾ താങ്കളിൽ നിന്ന് വേണ്ടത്. പ്രതിപക്ഷം ചോദിക്കുന്നത് ഈ ചോദ്യങ്ങളാണ് ജനങ്ങൾക്ക് വേണ്ടി. അവസാനിപ്പിക്കും എന്ന് ഇത്തരം നിയന്ത്രണങ്ങൾ ഇല്ലാതാക്കും. ആ നിയന്ത്രണങ്ങൾ കാര്യം പറയാം. ഈ ഡിമാൻഡും സപ്ലൈയും മാത്രമല്ല വിലക്കുറവുണ്ടാക്കുക. വിലക്കുറവുണ്ടാക്കുന്നത് പണപ്പെരുപ്പം നിയന്ത്രിക്കപ്പെടുമ്പോൾ വിലക്കുറവുണ്ടാവും. ഇൻഫ്ലേഷൻ കൂടുന്നതനുസരിച്ചാണ് സാധനങ്ങളുടെ വിലയും വർദ്ധിക്കുന്നത്. ഇവിടെ ഇൻഫ്ലേഷൻ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ നാട്ടിലെ ജനങ്ങൾ മുഴുവൻ പട്ടിണി കിടന്നു മരിച്ചു എന്ന് ആരും പറഞ്ഞിട്ടില്ല. കേരളത്തിലെ പോലെ റേഷൻ കടയിൽ പൂട്ടിയിട്ടിട്ടുള്ള ഒരു സംസ്ഥാനവുമില്ല. നരേന്ദ്രമോദി സർക്കാർ കുറേശ്ശെ റേഷനായിട്ട് പൈസയെങ്കിലും കൊടുക്കുന്നുണ്ട്. കേരളത്തിൽ റേഷൻ കടയെ തന്നെ പൂട്ടിയിട്ടിരിക്കുക. പക്ഷേ പ്രശ്നം എന്താ വെച്ചാൽ പട്ടിണി കിടന്ന് ഡീമോണിറ്റൈസേഷൻ്റെ ഭാഗമായിട്ട് പട്ടിണി കിടന്ന ആളുകൾ മരിച്ചു എന്ന് ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല. ഓരോരുത്തരും ഓരോ വാദമായി. ഇന്നൊരാൾ പറഞ്ഞത് 200, മറ്റൊരാൾ പറഞ്ഞത് 50, ഒരാൾ 75 പറഞ്ഞത്. ഓരോരുത്തരും ഓരോ അവകാശവാദങ്ങൾ ഉന്നയിച്ചോട്ടെ, വിരോധമില്ല. പക്ഷേ സാധനങ്ങളുടെ വില കുറയുക എന്ന് പറയുന്നത്
സ്വാഭാവികമായിട്ടും ഡിമാൻഡ് ഇല്ലാതായി കഴിഞ്ഞാൽ സാധനങ്ങളുടെ വില കുറയുന്നതിനോടൊപ്പം തന്നെ സാധനങ്ങൾ മുഴുവനും ഇല്ലാതാവുന്നില്ല. സാധനങ്ങൾ അവിടെ കെട്ടിക്കിടക്കും. അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ, അതല്ല പ്രധാനപ്പെട്ട ചോദ്യം. ഇപ്പോ ഡോക്ടർ മാത്യു കുഴൽനാടനാണെങ്കിലും MP രാജേഷ് ആണെങ്കിലും പറയുന്ന ഒരു കാര്യം ഇത്രയേ ഉള്ളൂ. അങ്ങ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈ സാധാരണ ജനങ്ങൾക്ക് നടപ്പിലാകണമെന്നുണ്ടെങ്കിൽ അവരുടെ കയ്യിലേക്ക് പണം എത്തണം. ഈ 14 ലക്ഷത്തിൽ പരം കോടി രൂപയുടെ പണം ഇവിടെ ക്രയവിക്രയം നടന്നുകൊണ്ടിരുന്നതാണല്ലോ. അതെല്ലാം പിൻവലിച്ചതിന് ശേഷം ഇപ്പോൾ ആകെ 4.5 ലക്ഷം കോടി രൂപയും വെച്ചുകൊണ്ട് എങ്ങനെയാണ് രാജ്യം മുന്നോട്ട് പോകുന്നത്? ഈ പണം നിയന്ത്രണം നിങ്ങൾ 50 ദിവസത്തേക്ക് വരുത്തി, അത് മനസ്സിലാക്കാൻ പറ്റുന്നു. പക്ഷേ നാളെ കഴിയുമ്പോൾ ഈ ദുരിതം മാറുമെന്ന് പറഞ്ഞത് ഇനി ഇപ്പോൾ വിഴുങ്ങാൻ പോവുകയാണോ? ഈ ദുരിതം മാറില്ലേ? നിങ്ങൾ പറയുന്നത് തെറ്റാണ് ഡോക്ടർ ലാൽ. ഞാൻ പിന്നെ അത് ഖണ്ഡിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാ. 15.44 ലക്ഷം കോടി രൂപയാണ് വിഡ്രോ ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതാണ് ലേറ്റസ്റ്റ് കണക്ക്. അതാണ് RBIയുമായി ബന്ധപ്പെട്ടിട്ട് ഈ ഇപ്രാവശ്യത്തെ ഇന്ത്യ ടുഡേയിൽ അതിൻ്റെ ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്. അതിൽ 15.44 ലക്ഷം കോടിയാണ്. അതിൽ ഏതാണ്ട് 6.7 ലക്ഷം കോടി രൂപ വന്നു കഴിഞ്ഞു. ഡിസംബർ മാസം 31 ആവുമ്പം 8 ലക്ഷം കോടി വരുമെന്നാണ് റിസർവ് ബാങ്കിന്റെ ഒഫീഷ്യൽ റിപ്പോർട്ട് അനുസരിച്ച് ഇവിടെ വന്നിരിക്കുന്നത്. റിസർവ് ബാങ്കിന്റെ ഒഫീഷ്യൽ റിപ്പോർട്ടാണ് മാധ്യമങ്ങൾക്ക് ലഭിച്ചത്. അതനുസരിച്ച് അവർ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ ഒരു കാര്യം തിരുത്തട്ടെ അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ, ഈ 6 ലക്ഷം കോടി എന്ന് പറയുന്നത് പുതുതായി അടിച്ച നോട്ടുകളല്ല. ഈ 2000 കോടി 2000ന്റെ നോട്ടുകൾ വെച്ച് വരുന്നത് ഏതാണ്ട് 5 ലക്ഷം കോടി മാത്രമേ വന്നിട്ടുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബാക്കിയുള്ളത് 100ന്റെയും 50ന്റെയും ഒക്കെ ചില്ലറയും കൂടെ ചേർത്താണ് ഈ പറയുന്ന കണക്കുകൾ എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, നിങ്ങൾ പറഞ്ഞത് തെറ്റാണ്. ഇന്ത്യ ടുഡേ എൻ്റെ കയ്യിലുണ്ട്. ഇന്ത്യ ടുഡേ പറയുന്നത്, മാധ്യമം പറയുന്നത് ശരിയാണെങ്കിൽ ഈ ഡിസംബർ മാസം 31 തീയതി 8 ലക്ഷം കോടി രൂപ, ഡിസംബർ 31-ന് 8 ലക്ഷം കോടി രൂപ വരുമെന്നും അതിനുശേഷം അവിടെയുള്ള ബാക്കി 50ന്റെയും അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ, എന്തുകൊണ്ടാണ് ഈ ചില മാധ്യമങ്ങൾക്ക് മാത്രം ഇത് ലഭിക്കുന്നത് എന്നതാണ് സംശയം. എന്തുകൊണ്ട് RBIക്ക് ഈ കാര്യങ്ങൾ വെബ്സൈറ്റിൽ ഇട്ടുകൂടാ? അതല്ലെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം സർക്കാരിന് തന്നെ ഒരു ധവളപത്രം പുറപ്പെടുവിക്കേണ്ടി വരില്ലേ? അങ്ങനെ ചെയ്യാത്തത് എന്തുകൊണ്ടാണ്? അത് ഡിസംബർ 31 കഴിഞ്ഞാൽ അത് പുറപ്പെടുവിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. കാരണം ഇപ്പൊ തന്നെ ഡബിൾ എൻട്രി ഉണ്ട് ലാലെ, പല കാര്യങ്ങളിലും ഡബിൾ എൻട്രി ഉണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ഉണ്ടായിരുന്നു, ദേന ബാങ്കിന്റെ പൈസ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഇട്ടു. അപ്പൊ ദേന ബാങ്കും കൊടുത്തു, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയും കൊടുത്തു. ഡബിൾ എൻട്രി ഉണ്ട്. അപ്പൊ അതൊക്കെ ശരിക്ക് 31 തീയതിക്ക് ശേഷമേ വരാൻ കഴിയുള്ളൂ. അതുവരെയൊക്കെ ഊഹക്കച്ചവടം മാതിരി ഊഹാപോഹങ്ങൾ പറയാം. മറ്റൊരു കാര്യം, ഊഹക്കച്ചവടത്തിന്റെയും കള്ളപ്പണത്തിന്റെയും മുകളിൽ സാധനങ്ങളുടെ വില കൂടും. ഊഹക്കച്ചവടവും കള്ളപ്പണവും ഇല്ലാതായാൽ സാധനങ്ങളുടെ വില കുറയും. അപ്പൊ സാധനങ്ങളുടെ വില കുറയുന്ന കാര്യത്തിൽ നമ്പർ 1. നമ്പർ 2, പിൻവലിച്ച പൈസ 14 ലക്ഷമാക്കി ചുരുക്കണ്ട, 15.44 അതാണ് ഒഫീഷ്യലായിട്ട് ഇന്നും പറഞ്ഞിരിക്കുന്നത്. ഇനി വന്ന പൈസ എന്നതിനെ കുറിച്ച് എനിക്ക് കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻ അനുസരിച്ച്, മാധ്യമങ്ങളിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ച് 13.84 ഒരു പക്ഷെ 14 തന്നെ വന്നേക്കാം, അതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ ആ വന്നു കഴിഞ്ഞാൽ അതിൽ എത്ര ശതമാനം അങ്ങ് പറഞ്ഞ ആ ഒരു കാര്യത്തിൽ ശ്രീ MP രാജേഷും ഡോക്ടർ ഷൈജു മോനും ഒന്ന് ഇടപെടേണ്ടതുണ്ട്. ഞാൻ അതിലേക്കൊന്ന് പോയിട്ട് അങ്ങേക്ക് മറുപടി പറയാൻ അവസരം തരാം. ശ്രീ MP രാജേഷ് ആദ്യം. ഒന്ന്, തിരിച്ചു വന്ന പൈസ എത്രയാണ് എന്ന് എന്തുകൊണ്ടാണ് നേരത്തെ അതാത് സമയത്ത് അറിയിച്ചുകൊണ്ടിരുന്ന RBI അത് അറിയിക്കുന്നത് നിർത്തിയത്? ആരാണ് RBIക്ക് നിർദ്ദേശം കൊടുത്തത്? RBIക്ക് സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, യഥാർത്ഥത്തിൽ ഓട്ടോണമി ഉണ്ടല്ലോ, സ്വയംഭരണാവകാശം ഉണ്ടല്ലോ. അപ്പോൾ നേരത്തെ ഒരു ഘട്ടം വരെ RBI പത്രക്കുറിപ്പിലൂടെ അറിയിച്ചുകൊണ്ടിരുന്നല്ലോ. പിന്നെ സർക്കാരിന്റെ അവകാശവാദങ്ങളെല്ലാം പൊളിഞ്ഞ് പാളീസാവുന്നു എന്ന് കണ്ടപ്പോൾ സർക്കാർ കൊടുത്ത നിർദ്ദേശമായിരുന്നില്ലേ തിരിച്ചു വരുന്ന പൈസ എത്രയാണ് എന്നുള്ളത് അറിയിക്കാൻ പാടില്ല? ഇന്നത്തെ കാലത്ത് ഡിജിറ്റൽ എക്കോണമിയെ കുറിച്ചും ഒക്കെ പറയുന്ന ആളുകൾ ഈ വെബ്സൈറ്റിലൂടെ ഇത് അറിയിക്കേണ്ടതല്ലേ? ട്രാൻസ്പെറന്റ് ആണെങ്കിൽ അറിയിക്കേണ്ടതല്ലേ? എന്തുകൊണ്ടാണ് അറിയിക്കാത്തത്? അപ്പൊ സർക്കാരിന്റെ അവകാശവാദം പൊളിഞ്ഞു. ഏതാണ്ട് ഏറെക്കുറെ എത്രയാണോ പിൻവലിച്ചത് അത്രയും തിരിച്ചു വന്നു എന്നതാണ് ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ ഗവൺമെന്റ് ആണ് തിരിച്ചു വരുന്നത് തടയാൻ
31 വരെ സമയമുണ്ട് എന്ന് പ്രധാനമന്ത്രിയും ധനകാര്യമന്ത്രിയും പ്രഖ്യാപിച്ചിട്ട് 20-ാം തീയതി മറ്റോ കഴിഞ്ഞപ്പോൾ ഇനി ആരെങ്കിലും പൈസ കൊണ്ടുവന്നാൽ അവരെ ചോദ്യം ചെയ്യണമെന്നും ഭേദ്യം ചെയ്യണമെന്നും വിശദീകരണം കൊടുക്കണമെന്നും ഒക്കെ പറഞ്ഞത് ഒരു ദിവസം കൊണ്ട് അത് തിരുത്തിയത് നമ്മുടെ രാംകുമാർ ഒരു കാരണം വിശദീകരണം എഴുതി കൊടുത്തതോടു കൂടിയാണല്ലോ അത് അവസാനിപ്പിച്ചത്. മൂന്നാമത്തെ കാര്യം ഇവിടെ ഊഹക്കച്ചവടം കുറിച്ചൊക്കെ പറയുന്നത് കേട്ടു. ഞങ്ങൾ എത്രയോ കാലമായിട്ട് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ആവശ്യമാണല്ലോ. ഈ ഗവൺമെന്റല്ലേ ഊഹക്കച്ചവടം അനുവദിച്ചത്? വാജ്പേയിയുടെ ഗവൺമെന്റിന്റെ കാലത്തല്ലേ ഫോർവേഡ് ട്രേഡിംഗ് അനുവദിച്ചത് ചരക്കുകളുടെ കമോഡിറ്റീസിന്റെ കാര്യത്തിൽ? ഞങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതല്ലേ വിലക്കയറ്റത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഊഹക്കച്ചവടമാണ്. നിങ്ങൾ നിർത്തുമോ? ശ്രീ BJPയുടെ പ്രതിനിധി ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ, അദ്ദേഹത്തിന് വാക്കു പറയാൻ കഴിയുമോ? ഊഹക്കച്ചവടം നിരോധിക്കും. ഞങ്ങൾ എത്രയോ കാലമായിട്ട് ഇടതുപക്ഷം ഉന്നയിക്കുന്ന ആവശ്യമാണ്. നമ്മളൊരു ചർച്ചയിൽ എന്തെങ്കിലും രക്ഷപ്പെടുന്നതിന് വേണ്ടി പറയുന്നതിൽ അർത്ഥമില്ല. ആ നയത്തോട് BJP യോജിക്കുന്നുണ്ടോ? ഡോക്ടർ ഷൈജുമോൻ, താങ്കൾ കൂടി പറയാനുള്ളത് പറഞ്ഞിട്ട് ഡോക്ടർ ശ്രീ ഗോപാലകൃഷ്ണനിലേക്ക് പോവാം. നമ്മൾ ഇവിടെ ടാക്സിന്റെ മൊബിലൈസേഷന്റെ കാര്യം പറഞ്ഞു. ടാക്സ് നേരത്തെ സൂചിപ്പിച്ചത് കറക്റ്റാണ്. അഡ്വാൻസ് ടാക്സ് വന്നിട്ടുണ്ട്. ആൾക്കാർ പണം കൊടുക്കാവുന്ന പരിധി ഡിസംബർ 31 വരെ ആയതുകൊണ്ട് മാർച്ച് വരെയുള്ള ടാക്സുകളും പലതരത്തിൽ പേ ചെയ്ത് കഴിഞ്ഞു. അത് നാഷണൽ ലെവലിലായാലും സ്റ്റേറ്റ് ലെവലിലായാലും. അതുകൊണ്ടാണ് ഈ ടാക്സിൻ്റെ വരുമാനം കൂടിയതായിട്ട് കാണുക. രണ്ടാമതൊരു കാര്യം എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, പ്രോഡക്ട്സിൻ്റെ പ്രൈസ് കുറയുന്നത് കൊണ്ട് ഇൻഫ്ലേഷൻ കുറയുന്നു, ശരിയാണ്. പക്ഷെ അതോടൊപ്പം തന്നെ സംഭവിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. ഈ ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നങ്ങൾ, അതായത് കർഷകർ, ഇപ്പം കാർഷിക മേഖലയിലെ കർഷകർ, അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് വില കുറയുകയാണ്. അപ്പോൾ അവർക്ക് കിട്ടുന്ന ഇൻപുട്സിൻ്റെ വില കുറഞ്ഞിട്ടില്ല. കാരണം അത് ലോങ് ടേമിലെ ആ ഇൻപുട്സിൻ്റെ വില കുറയുള്ളൂ. അപ്പോൾ അവർ അത്രയും അധികമായിട്ട് പൈസ എടുത്ത് ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നങ്ങളുടെ വില കുറഞ്ഞത് കാരണം ഈ കൺസ്യൂമേഴ്സിന് പ്രൈസ് കുറച്ച് കിട്ടും എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഇത് ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നർക്ക് ഷോർട്ട് ടേമിലെങ്കിലും അവരുടെ ലാഭത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. ആ പ്രശ്നങ്ങൾ മാർക്കറ്റിൽ വരാനിരിക്കുന്നതാണ്. ഒരു കാര്യം കൂടെ സൂചിപ്പിച്ചോട്ടെ, ഈ ഇവിടെ പറയുന്നു ഈ ലിമിറ്റേഷൻസ് എടുത്തു കളയാൻ പോകുന്നു, അല്ലെങ്കിൽ 31-ാം തീയതി എല്ലാം നിർത്തലാക്കാൻ പോകുന്നു എന്നുള്ള സൂചന നൽകുന്നുണ്ട് ഇപ്പം എല്ലാവരും. പക്ഷേ ഒരു കാരണവശാലും എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പം ഇത് നടപ്പിലാക്കിയ പോളിസി പിൻവലിക്കാൻ കഴിയില്ല. അതിൻ്റെ ലിമിറ്റേഷൻസ് കുറച്ച് റിലാക്സ് ചെയ്യും. ഒന്നാമത് 2500 രൂപ ATM എന്നുള്ള ചിലപ്പോൾ ഒരു പക്ഷേ 3500 3000 ആക്കും. 24,000 എന്നുള്ളത് 26,000 28,000 ആകും. കാരണം ക്യാഷ് അത്രയും പ്രിന്റ് ചെയ്തിട്ടില്ല. ഈ പറഞ്ഞ കണക്കുകളൊക്കെ ശരിയല്ല പൂർണ്ണമായിട്ടും. 6 ലക്ഷം RBI തന്നെ പറഞ്ഞത് 5 ലക്ഷം കോടി രൂപ വരെ പ്രിന്റ് ചെയ്തു. വിഡ്രോ ചെയ്ത മണിയുടെ 5 ലക്ഷം പ്രിന്റ് ചെയ്തു. ഇനി ഇത് 31-ാം തീയതി ആകുമ്പോൾ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് 6 ലക്ഷം കോടിയോളം പ്രിന്റ് ചെയ്ത് വരും. എന്നാൽ തന്നെ ബാക്കി ഏകദേശം പകുതിയിൽ കൂടുതൽ 55-60% പ്രിന്റ് ചെയ്യാനുണ്ട്. അത് എങ്ങനെ പ്രിന്റ് ചെയ്താലും മാർച്ച് 31 ഏപ്രിൽ വരെ പോകും. അത്രയും നാളത്തേക്ക് പ്രിന്റ് ചെയ്യാനെടുക്കും. അപ്പോൾ ATM റീകാലിബ്രേറ്റ് ചെയ്തുകൊണ്ട് മണി അവൈലബിൾ ആവില്ല. അത് ഗവൺമെന്റിന്റെ കുറ്റമല്ല. ഈ പോളിസി നടപ്പിലാക്കിയത് കൊണ്ട് ഗവൺമെന്റ് നയം തന്നെ ക്യാഷ് അവൈലബിലിറ്റി കുറയ്ക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇത്രയും നാൾ പ്രിന്റ് ചെയ്ത് അത്രയും മണി പ്രിന്റ് ചെയ്തില്ല. നയം ക്യാഷ് അവൈലബിലിറ്റി കുറയ്ക്കുക എന്നുള്ളതാണോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് ഡോക്ടർ ഷൈജുമോൻ. കാരണം ഇപ്പോഴും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റിൽ അവർ നവംബർ 8-ാം തീയതി ഈ പുതിയ നയം കൊണ്ടുവന്നിരിക്കുന്നത് കള്ളപ്പണ വേട്ടയ്ക്കാണ് എന്ന് തന്നെയാണ് അവിടെ ആ വാചകം അവിടെ കിടക്കുന്നത്. അത് ആരും ശ്രദ്ധിച്ചിട്ടില്ല. ഇപ്പോഴും അത് തിരുത്തിയിട്ടില്ല സർക്കാരും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും. അപ്പോൾ ലക്ഷ്യം എന്തായിരുന്നു, എന്താണ് ഇപ്പോൾ പറയുന്നത്? ആ ചർച്ചയിലേക്കാണ് തിരിച്ചെത്തേണ്ടത്. അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ, എനിക്കൊരു ചെറിയ ഇടവേളയിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. അങ്ങ് ഇതിന് മറുപടി പറയും എന്ന് തന്നെയാണ് കരുതുന്നത്. അങ്ങേക്ക് തിരക്കുണ്ടെന്നുള്ളത് എനിക്കറിയാം. അതിലേക്ക് പോകാം. ഇടവേളയ്ക്ക് ശേഷം ഡോക്ടർ മാത്യു കുഴൽനാട്ടിലേക്കും വരാം. ഇടവേളയ്ക്ക് ശേഷം അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ, ഈ വിമർശനങ്ങൾക്കുള്ള മറുപടി പെട്ടെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് അവസാനത്തെ ഒരു 2-3 മിനിറ്റ് മറ്റ് ചില പ്രധാന ചോദ്യങ്ങൾ കൂടി എടുക്കാൻ സാധിക്കും. അല്ല, ലാല് വിഷമിക്കണ്ട, ഞാൻ പോകുന്നില്ല. ഞാൻ ലാലിൻ്റെ മുഴുവൻ പരിപാടി കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ. അങ്ങനെ ഇടയ്ക്ക് വെച്ച് പോയി എന്നുള്ളൊരു പേരുദോഷം ഉണ്ടാക്കണ്ട. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തിരക്കാണ് പോകുമെന്നൊന്നും വിചാരിച്ച് ലാലിരിക്കണ്ട. ഞാൻ 2 കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ഡീമോണിറ്റൈസേഷൻ അക്കാഡമിക്കായിട്ട് ചർച്ച ചെയ്താൽ ആ ഡീമോണിറ്റൈസേഷൻ 50 ദിവസം കൊണ്ടോ 3 മാസം കൊണ്ടോ അതിൻ്റെ പ്രതിഫലനം ഉണ്ടാവുകയില്ല. ഡീമോണിറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ അത് 1 വർഷമോ ഒരുപക്ഷെ 2 വർഷമോ നീണ്ടു നിൽക്കുന്ന ഒരു എക്സർസൈസാണ്. അതിൻ്റെ ഗുണം വരാൻ പോകുന്നത് സ്വാഭാവികമായിട്ടും ഒരു ലോങ് പീരീഡിലാണ്. ഒരു ഷോർട്ട് പീരീഡിൽ ഡീമോണിറ്റൈസേഷൻ ഗുണമല്ല, ദോഷം. ആ ദോഷമാണ് വിഷമങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷേ ഇവിടുത്തെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത്ര തന്നെ വിഷമം ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ് കണക്കുകൾ കാണിക്കുന്നത്. ഇപ്പം നേരത്തെ എൻ്റെ സുഹൃത്ത് ഷൈജു പറഞ്ഞല്ലോ, കർഷകന് വില കിട്ടിയിട്ടില്ല. കർഷകന് നേരത്തെ വില കിട്ടിയിട്ടില്ല. UPA ഭരിക്കുമ്പോഴും വില കിട്ടിയിട്ടില്ല. ഈ നാട്ടിൽ കർഷകന്റെ വില കിട്ടാറേ ഇല്ല. കാരണം ഇടത്തരക്കാരാണ് കൊണ്ടുപോകാറ്. ആ ഇടത്തരക്കാരെന്ന് പറയുന്നവരാണ് കള്ളപ്പണക്കാര്. ചാള 10 രൂപയുടെ കടലിൽ കിട്ടുന്ന ചാള 100 രൂപയ്ക്കാണ് മേടിക്കുക, 200 രൂപയ്ക്ക് കൊടുക്കുന്നു.
ഒരിക്കലും കർഷകന്റെ വില കിട്ടില്ല. കർഷകന്റെ വില കിട്ടണമെങ്കിൽ കർഷകൻ ഇടത്തരക്കാരനെ ഒഴിവാക്കിയിട്ട് നേരിട്ടുള്ള ആ ക്യാഷ്ലെസ് എക്കോണമിയിലേക്ക് പോകണം. അല്ലെങ്കിൽ ക്യാഷ്ലെസ് എക്കോണമിയിലേക്ക് അവിടെയാണ് ഗോപാലകൃഷ്ണൻ നിങ്ങൾ കള്ളപ്പണം പിടിക്കാൻ വേണ്ടി ഈ ഒരു നയം കൊണ്ടുവന്നു. ഇപ്പൊ കർഷകൻ അവന്റെ ഉൽപ്പന്നങ്ങൾ റോഡിലെറിയുമ്പോൾ പണ്ടും അവന് റോഡിലെറിഞ്ഞതുപോലെ തന്നെയായിരുന്നു അവന്റെ ജീവിതം എന്നാണ് പറഞ്ഞു വെക്കുന്നത്. എന്നിട്ട് പറയുന്നത് എന്താണ്? ക്യാഷ്ലെസ് എക്കോണമിയിലേക്ക് പോകാൻ. ഈ കർഷകന് നേരെ ചൊവ്വേ വർത്തമാനം പറയാൻ പോലും അറിയില്ല. അവൻ്റെ നിങ്ങൾ ആകെ പഠിപ്പിച്ചിട്ടില്ല. അവൻ്റെ വൈഫൈ കൊണ്ടുവന്നിട്ടില്ല. അവൻ്റെ ഗ്രാമത്തിൽ റേഞ്ചുകളില്ല. അവൻ്റെ ജീവിതം മുഴുവൻ ഈ കമ്മീഷൻ വാങ്ങി പണം, അവൻ്റെ സ്വന്തം പണം കൊടുക്കുന്ന പേടിഎമ്മിലേക്കും മറ്റ് ഓൺലൈൻ സംവിധാനത്തിലേക്കും മാറ്റാനാണ് നിങ്ങൾ നിർദ്ദേശിക്കുന്നത്. ഇത് മറ്റൊരു തട്ടിപ്പാണെന്നാണ് പ്രതിപക്ഷം പറയുന്നത്. എൻ്റെ ലാലെ, ഒന്നാമത് ലാൽ ഇങ്ങനെ ആവേശത്തിൽ ബഹളം വെക്കല്ലേ, ഒന്ന് സംസാരിക്കാൻ അനുവദിക്കേ. ലാലെ, 60 കോടിയാണ് ആൾക്കാരുടെ കയ്യിൽ മൊബൈല്. ഞങ്ങളുടെ സങ്കല്പം എന്ന് പറയുന്നത് JAM ജാം എന്നാണ്. JAM എന്ന് പറഞ്ഞാൽ ജൻധൻ യോജന, ജൻധൻ അക്കൗണ്ട്. അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ JAM ആണോ JIO ആണോ എന്ന് പ്രതിപക്ഷം ചോദിക്കുന്നുണ്ട്. അത് അവിടെ കിടക്കട്ടെ. എന്റെ ചോദ്യം അതിൽ ഈ 60 കോടി മൊബൈലുകളും ഈ സാധാരണ വൃദ്ധന്മാരുടെയും സാധാരണ കർഷകരുടെയും കയ്യിലാണോ? ഒരാൾക്ക് 2 മൊബൈലുള്ളവരുണ്ട്, 3 മൊബൈലുള്ളവരുണ്ട്. അതൊക്കെ ഈ രാജ്യത്തുണ്ട്. ഇത് ഏത് സാധാരണക്കാരന്റെ കാര്യമാണ് ഈ ക്യാഷ്ലെസ് എക്കോണമിയിലൂടെ അങ്ങ് പറയുന്നത് അത് നാളെയും മറ്റന്നാളുമായി ശരിയാക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഞാൻ പറഞ്ഞല്ലോ, ഇടയിലിടയിൽ ഇങ്ങനെ ചോദിക്കല്ലേ. നിങ്ങളുടെ വളരെ ഇഷ്ടപ്പെട്ട സ്ഥലം നിങ്ങൾ പറയുന്നത് സത്യമാണെങ്കിൽ ഇടയിൽ ചോദിച്ചാലും അങ്ങേക്ക് പറയാമല്ലോ ഉത്തരങ്ങൾ. ബാക്കി അവിടെ അല്ലല്ല, ഞാനൊന്ന് പറഞ്ഞോട്ടെ. അല്ല, നമ്മൾ തമ്മിൽ വഴക്കുണ്ടാക്കണ്ട. ഞാൻ പറയുന്നതിന് ഒരു അനുവാദം എന്താ? ചൈനയിൽ ഇന്ത്യയുടെ അത്ര തന്നെ വിദ്യാഭ്യാസമില്ലാത്ത ആളുകളാണ് ചൈനയിൽ. ചൈനക്കാർക്ക് ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു വാസ്തു അറിയില്ല. ആകെ അറിയുന്നത് അവർക്ക് ഓക്കെ എന്നുള്ള പേരാണ്. അവിടെ 47% ഉള്ളൂ അവിടുത്തെ ക്യാഷ് ഡീലിങ്. അതുപോലെ തന്നെ കെനിയ, അവിടെ വിദ്യാഭ്യാസമേ. അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ, ചൈനയിൽ ചൈനീസ് ഭാഷയിലാണ് അവിടുത്തെ ഓൺലൈൻ സംവിധാനങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇവിടെ സാധാരണ ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഭാഷയിലേക്ക് ഉത്തർപ്രദേശിലെ ഭോജ്പൂരി ഭാഷയിലേക്കും മറാത്തി ഭാഷയിലേക്കും ഒക്കെ ഇവിടുത്തെ സോഫ്റ്റ്വെയറുകൾ മാറ്റിയോ? ഓൺലൈൻ സംവിധാനം അങ്ങനെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലേക്കായോ? ഈ ആളുകൾക്ക് എല്ലാവർക്കും ഈ ഭാഷ കൈകാര്യം ചെയ്യാൻ അറിയാമോ? നാളെ സോഫ്റ്റ്വെയർ മാറുമ്പോൾ അതിനനുസരിച്ച് ബുദ്ധി പ്രയോഗിക്കാൻ ഈ സാധാരണക്കാർക്ക് ആകുമോ? റേഞ്ച് ഇല്ലാതെ വന്നാൽ ഈ പണം മുഴുവൻ അവരുടെ ബാങ്കിൽ കിടക്കുന്നതിനേക്കാൾ എവിടെയെങ്കിലും കിടക്കുന്ന അവസ്ഥയിലാകില്ലേ? ഈ പാവങ്ങൾ എന്ത് ചെയ്യും? സാർ, 2% നവംബർ 8 മുമ്പ് ഓൺലൈൻ 2% ഈ സ്വാപ്പ് ചെയ്യുന്നത്. ഇപ്പൊ 40% വർദ്ധിച്ചിരിക്കുന്നു. 2% നിന്ന് അത് 3 ഇരട്ടിയായിട്ട് വർദ്ധിപ്പിച്ചു. 40% ആളുകളും ഇങ്ങനെ ചെയ്യുന്നു എന്ന് അതുകൊണ്ട് അവകാശവാദം ഉന്നയിക്കരുത്. 40% പോയത് നേരത്തെ ഉപയോഗിച്ച 2% ആളുകളുടെ തന്നെ ബന്ധുക്കളോ അല്ലെങ്കിൽ മടിച്ചു നിന്ന കുറച്ച് ആളുകളോ തന്നെ ആയിരിക്കും. അല്ലാതെ ഇന്ത്യയിലെ 40% ക്യാഷ്ലെസ്സിലേക്ക് മാറി എന്ന് അവകാശപ്പെടരുത് ദയവായി. ഞാൻ അങ്ങയിലേക്ക് അവസാനം ഒന്നുകൂടി വരാം. നമുക്ക് 3-4 മിനിറ്റാണ് ചർച്ചയിലുള്ളത്. ഡോക്ടർ മാത്യു കുഴൽനാടൻ, താങ്കൾ എന്തു പറയുന്നു? ഇപ്പോഴും അഴിമതി ആരോപിക്കുകയാണോ നാളെ കഴിഞ്ഞും നിങ്ങൾ ചെയ്യുക? അറിയാത്ത കാര്യം പറയരുത്. ഞാൻ പറയാത്ത കാര്യം നിങ്ങൾ കയറി പറയരുത്. 2% നിന്നാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് അറിയാതെ പറയരുത്. ഗോപാലകൃഷ്ണൻ, ഞാൻ വലുതായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ബഹുമാനപ്പെട്ട ഗോപാലകൃഷ്ണൻ സമർത്ഥിച്ച ഒരു പോയിന്റിനോടുള്ള തിരിച്ചുള്ള ഒരു ചോദ്യം മാത്രമേ എനിക്കുള്ളൂ. നിങ്ങൾ പറയുന്നു ക്യാഷ്ലെസ് എക്കോണമി ആണ് ലക്ഷ്യം, അതിന് വേണ്ടിയിട്ടാണ് ഈ പ്രക്രിയ എന്ന് പറയുന്നു. ഞാൻ ചോദിക്കട്ടെ, ക്യാഷ്ലെസ് എക്കോണമി സൃഷ്ടിക്കാൻ ഡീമോണിറ്റൈസേഷൻ അനിവാര്യമാണ് എന്ന് അങ്ങേക്ക് സമർത്ഥിക്കാമെങ്കിൽ ഞാൻ അങ്ങയുടെ വാദം മുഴുവൻ അംഗീകരിക്കാം. സോ ഞാൻ ഡീമോണിറ്റൈസേഷൻ എന്തിനാണ്? ക്യാഷ്ലെസ് എക്കോണമിയിലേക്ക് പോകാൻ there are 1000 other ways. മറ്റ് 100 കാര്യങ്ങളുണ്ട്. ഡീമോണിറ്റൈസേഷൻ എന്ന പ്രക്രിയ എന്തിനാണ് ക്യാഷ്ലെസ് എക്കോണമിയിലേക്ക് പോകാൻ ചെയ്യേണ്ടത്? ഒരിക്കലും നിങ്ങൾക്കത് ന്യായീകരിക്കാൻ കഴിയില്ല. ക്യാഷ്ലെസ് എക്കോണമി ഒരു ഡിഫറെൻറ്റ് ഫൂട്ടിങ്ങിൽ നിൽക്കുന്ന ഒന്നാണ്. അതിൻ്റെ പാത്ത് വേറെയാണ്. അതിന് ഡീമോണിറ്റൈസേഷൻ എന്ന ആ ഒരു എക്സസൈസ് അനിവാര്യതയല്ല എന്ന് ഞാൻ പറയുന്നു. അത് തിരിച്ച് നിഷേധിക്കാൻ അങ്ങേക്ക് കഴിയുമോ? ശരി, ഞാൻ അങ്ങേക്ക് പാസ് ചെയ്യാം. ഞാൻ അങ്ങയിലേക്ക് വരാം. അതിനു മുമ്പ് എം പി രാജേഷ്, താങ്കൾക്കും ഞാൻ 1 മിനിറ്റ് തരികയാണ്. മറുപടി ഗോപാലകൃഷ്ണൻ പറയും.
ക്യാഷ്ലെസ് എക്കോണമിയെ കുറിച്ച് ഇപ്പൊ പുതിയ അവകാശവാദം അതാണല്ലോ. നേരത്തെ തീവ്രവാദവും കള്ളപ്പണവും ഒക്കെ ആയിരുന്നു. എന്താണ് അവസ്ഥ? എന്ത് തയ്യാറെടുപ്പാണ് ക്യാഷ്ലെസ് എക്കോണമിയിലേക്ക് മാറുന്നതിന് ആവശ്യമായിട്ട് നടന്നിട്ടുള്ളത്? 32 ലക്ഷം ATM കാർഡുകൾ മരവിപ്പിച്ചത് ICICI, SBI, HDFC, ആക്സിസ് ബാങ്ക് എന്നിവയുടെ 32 ലക്ഷം ATM കാർഡുകൾ മരവിപ്പിച്ചത് അടുത്തിടെയാണ്. എന്തായിരുന്നു കാരണം? ഈ വിവരങ്ങൾ മുഴുവൻ, അക്കൗണ്ട് വിവരങ്ങൾ മുഴുവൻ സോഷ്യൽ മീഡിയയിൽ അങ്ങാടിപ്പാട്ടായി എന്ന് പറയുന്നത് പോലെ വന്നത് എന്ത് സൈബർ സെക്യൂരിറ്റിയാണ് ഇവിടെ ഉള്ളത്? അതുപോലെ ഡിജിറ്റൽ വാലറ്റ് പ്രോത്സാഹിപ്പിക്കുകയാണല്ലോ ഇപ്പോൾ മോഡി. എന്ത് റെഗുലേറ്ററി സംവിധാനമാണ് ഇന്ത്യയിലുള്ളത്? ഇപ്പോൾ ഇതൊന്നും ആലോചിക്കാതെ ക്യാഷ്ലെസ് എക്കോണമി എന്ന് പറയുന്നത് ശരിയാണ്. ഇപ്പോൾ ഈ ഡിജിറ്റൽ പേയ്മെന്റ് കമ്പനികൾ രംഗപ്രവേശനം ചെയ്തിട്ടുണ്ട്. ജിയോ മണി ജാമാക്കുകയാണെന്ന് പറഞ്ഞു. ഒരർത്ഥത്തിൽ അത് ഞാൻ അംഗീകരിക്കുന്നു. ജാമാക്കി കഴിഞ്ഞു. ഇപ്പോൾ ജിയോ മണി ഇപ്പോ വന്നിരിക്കുകയാണ്. പേടിഎമ്മിന്റെ അവകാശവാദം കഴിഞ്ഞ വർഷത്തെ സാമ്പത്തിക വർഷത്തെ ലാഭം 20,000 കോടിയാണ്. ഈ വർഷം അത് 1 ലക്ഷം കോടിയായി മാറും എന്നാണ്. എങ്ങനെയാണ് ലാഭം ഉണ്ടാവും നമുക്ക് എല്ലാവർക്കും അറിയാം. ഓരോ ഇടപാടിലും 3.3 മുതൽ 3.8% വരെ കമ്മീഷനാണ്. നേരത്തെ സാമ്പത്തിക ഇടപാടുകൾ മനുഷ്യനും തമ്മിലുള്ള നോട്ട് ഉപയോഗിച്ചുള്ള ക്രയവിക്രയത്തിൽ മൂന്നാമതൊരാൾ കമ്മീഷൻ. എന്തായാലും സമയത്തിന്റെ പരിമിതിയോടെ ഇടപെടുകയാണ്. 30 സെക്കൻഡാണ് ബാക്കി. അതും ഞാൻ കടന്ന് എടുക്കുകയാണ്. ആ 30 സെക്കൻഡിൽ 10 സെക്കൻഡ് ഷൈജുമോന് കൂടി കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീ ഗോപാലകൃഷ്ണൻ താങ്കൾ മറുപടി പറയുക. നമ്മൾ കാണണം. ഓൺലൈൻ റെയിൽവേ ടിക്കറ്റ് എടുത്ത് ശുദ്ധ കളവ് വന്നിരുന്നിട്ട് ഇതേപോലെ ഉത്തരവാദിത്തപ്പെട്ട ഒരു പാർലമെന്റേറിയൻ പറയാൻ പാടില്ല. 1000-നും 2000-നും ഇടയിലുള്ള ഇടപാടിന് 0.25% മാത്രമേ ഉള്ളൂ. ഇതൊന്നും ഇങ്ങനെ വന്നിരുന്നിട്ട് പറയേണ്ട കാര്യങ്ങളല്ല. രണ്ടാമത്തെ കാര്യം എന്താന്ന് പറഞ്ഞാൽ, ഞാൻ ഒറ്റ കാര്യത്തിൽ ഞാൻ തന്നെ അവസാനിപ്പിച്ചേക്കാം. റുപ്പേ കാർഡാണ് ഞങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നത്, വേറെ വിദേശ കാർഡല്ല. റുപ്പേ കാർഡ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ നാഷണലൈസ്ഡ് വ്യവസ്ഥ അനുസരിച്ചുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനത്തിന്റെയാണ്. റുപ്പേ കാർഡ് അനുസരിച്ച് ഇപ്പൊ തന്നെ റുപ്പേ കാർഡ് അക്കൗണ്ട് വഴി വന്നു കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും MP രാജേഷിന്റെ അതിന്റെ നിഷേധക്കുറിപ്പ് കൂടി ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ഉപയോഗപ്പെടുത്തിയ ആളുകൾക്ക് അറിയാമെന്ന് MP രാജേഷ് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഗോപാലകൃഷ്ണൻ, താങ്കളുടെ അവസാനത്തെ അവസരം ഞാൻ 5 സെക്കൻഡ് ഡോക്ടർ ഷൈജുമോൻ. ഞാൻ രണ്ട് കാര്യം പറയാനാണ് ഒന്ന്, നമ്മുടെ പലിശ നിരക്ക് ഇപ്പോൾ കുറയാൻ പോവുകയാണ് ഫെബ്രുവരിയിലെ മോണിറ്ററി പോളിസിയിൽ. ഈ പലിശ നിരക്ക് കുറയുമ്പോൾ ഈ ജനങ്ങൾ എവിടെയാണ് ഇനി സേവ് ചെയ്യാൻ പോകുന്നത്? ഗോൾഡ് വാങ്ങിക്കാൻ പറ്റില്ല, ലാൻഡ് വാങ്ങിക്കാൻ പറ്റില്ല. രണ്ടാമത്തെ എനിക്ക് സമയത്തിന്റെ പരിമിതി കൊണ്ട് ഒന്ന് ഇടപെടേണ്ടി വരുന്നു. വളരെ നന്ദി. ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ഡോക്ടർ മാത്യു കുഴൽനാടൻ, അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ, ഡോക്ടർ ഷൈജുമോൻ. സമയത്തിന്റെ പരിമിതി കൊണ്ട് മാത്രം അതിഥികൾക്ക് പൂർണ്ണമായ അവരുടെ അവകാശങ്ങൾ പറയാനും സ്ഥാപിക്കാനും സാധിച്ചിട്ടില്ല. ക്ഷമിക്കുക.